കർത്താവിന്റെ സ്തോത്രം. ഈ രണ്ടാമത്തെ രാത്രിയിൽ നമുക്ക് തിരുവചനം പഠിക്കുവാൻ ലഭിച്ചിരിക്കുന്ന അവസരത്തിൽ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാവരും കർത്താവിൽ സ്നേഹമുള്ള വിശേഷാൽ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പ്രിയപ്പെട്ട ജ്ഞാനദാസ് പാസ്റ്റർ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടുവാനിടയായി. ലിവർപൂരിൽ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. വളരെ നല്ലതുപോലെ ക്ലാസ് എടുക്കുന്ന കർത്തദാസനാണല്ലോ അദ്ദേഹത്തെ ഓർത്ത് സ്തുതിക്കുന്നു. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. നമ്മളിങ്ങനെ ചിന്തിച്ചു 70 ആഴ്ചവട്ടം ചിന്തിച്ചപ്പോഴാണ് ഇടയ്ക്ക് ഒരു ചോദ്യം വന്നത്. എന്തുവാ ചോദ്യം വന്നത്? മരിച്ചവരെവിടെ എന്ന് ചോദിച്ചപ്പോൾ ഇന്ന് അത് ആദ്യമായിട്ടത് നമുക്ക് ചിന്തിച്ചിട്ട് തുടരാം. ലോക ഉൽപ്പത്തി മുതൽ മനുഷ്യർക്കുള്ള ഒരു ചിന്തയായി മരിച്ചവരെവിടെ. വിവിധ മതങ്ങളിലുള്ളവർ പല വിധത്തിലുള്ള ആശയങ്ങൾ ഈ കാര്യത്തിൽ പ്രകടിപ്പിക്കാറുണ്ട്. ക്രൈസ്തവ സഭകൾ തന്നെ പല ചിന്തകളും ആശയങ്ങളും പഠിപ്പിക്കലുമുണ്ട് മരിച്ചവരെ കുറിച്ച്. പല സഭകളിലും ചിന്തിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 40 ദിവസം ആത്മാവിൽ ഭൂമിയിൽ തന്നെ കാണും, 40ാമത്തെ ദിവസം സ്വർഗത്തിലേക്ക് പോകും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. മുൻകാലങ്ങളിൽ ചില ക്രൈസ്തവ സഭകളിൽ വിശ്വസിച്ചിരുന്നു മരിച്ചു കഴിഞ്ഞാൽ ഒരു ശുദ്ധീകരണ സ്ഥലമുണ്ട്, പർഗിറ്ററി. അവിടെ ചെന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം ക്രമീകരണം ഭൂമിയിൽ ചെയ്ത ശേഷം പോകുന്നത്. ഇങ്ങനെ പലതിലുണ്ട്. നമുക്ക് ഏതെങ്കിലും ചിന്തകളെ ചോദ്യം ചെയ്യാനോ വിമർശിക്കാനോ അല്ല. തിരുവചനം എന്തു പറയുന്നു മരിച്ചവരെവിടെ? അതാണ് നമ്മുടെ വിഷയം. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തിരുവചനം എന്തു പറയുന്നതിന് ആധുനിക ശാസ്ത്രവുമായി വല്ല പൊരുത്തമുണ്ടോ എന്ന് ചിന്തിക്കുവാൻ, അതാണ് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. തിരുവചനത്തിൽ ഒരു സെമിത്തറി ഉണ്ട്, കംപ്ലീറ്റ് സെമിത്തറി. അതാണ് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം. ഒരു സെമിത്തറിയാണ്. അവിടെ മുഴുവൻ കാണാം മരിച്ചു അടക്കി, മരിച്ചു അടക്കി, മരിച്ചു അടക്കി. അതുകൊണ്ടാണ് ഞാൻ സെമിത്തറി എന്ന് പറയുന്നത്. എന്നാൽ മുൻപോട്ട് വരുമ്പോൾ ഈ മരണത്തെക്കുറിച്ച് ഒരല്പം വ്യത്യാസമായിട്ട് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 8-ാം വാക്യം നോക്കുമ്പോൾ കാണാം അബ്രഹാമിന്റെ മരണത്തെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് ഉള്ളത്. ദൈവം വാഗ്ദത്തത്തിനായി വിളിച്ചിറക്കിയ അബ്രഹാമിൽ കൂടി ചരിത്രം ഒന്ന് തിരിച്ചുവിടുമ്പോൾ ആ അബ്രഹാം എങ്ങനെ മരിച്ചു എന്ന് നോക്കാം. ഉൽപ്പത്തി 25:8 വായിക്കാം. അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ടു മരിച്ചു. തന്റെ ജനത്തോട് ചേർന്ന് എന്തോ സംഭവിച്ചെന്നല്ല പറയുന്നത്, ജോയിൻ ടു ഹിസ് പീപ്പിൾ ഇത്രയും പറയുന്നുണ്ട്. ആദ്യമേ 5-ാം അധ്യായത്തിൽ മരിച്ചു അടക്കി. അത് കഴിഞ്ഞപ്പോൾ അബ്രഹാമിന്റെ ചരിത്രം പറയുമ്പോൾ പറയുന്നു അബ്രഹാം മരിച്ചു തന്റെ ജനത്തോട് ചേർന്ന്. അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിനെ കുറിച്ചും അതേ സ്റ്റേറ്റ്മെന്റാണ് പരിശുദ്ധാത്മാ പറയുന്നത്. 35-ാം അധ്യായം 39-ാമത്തെ വാക്യം വായിക്കാം. 35-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം വായിക്കാം. നോക്കിക്കോണമേ. തന്റെ ജനത്തോട് ചേർന്നു. അപ്പോൾ അബ്രഹാമിൽ കൂടിയാണല്ലോ ചരിത്രം ഒന്ന് തിരുത്തുന്നത്. അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചു കൊണ്ടുപോയപ്പോൾ മനുഷ്യനുള്ള പരിപാടി എന്ന് ഒരു ഹൈവേ കയറുന്നവരായി. അബ്രഹാമിന്റെ മരണത്തെക്കുറിച്ച് പറയുന്നു ജനത്തോട് ചേർന്നു. അബ്രഹാമിന്റെ മകനെ കുറിച്ച് പറയുമ്പോഴും പറയുന്നു ജനത്തോട് ചേർന്ന്. എന്നാൽ അടുത്തത് അബ്രഹാമിന്റെ മകനായ യാക്കോബിന്റെ കാര്യത്തിൽ വരുമ്പോൾ മരണത്തെ സംബന്ധിച്ച് ഒരല്പം കൂടെ വിശദീകരണം അവിടെ കാണാം. യാക്കോബിന്റെ ഇഷ്ടമകനായ ജോസഫ് നഷ്ടപ്പെട്ടുവെന്നും ജോസഫ് മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോൾ യാക്കോബ് എന്നൊരു വാക്യമുണ്ട്, വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 35-ാം വാക്യം വായിക്കാം. ഉൽപ്പത്തി 37. ഈ പിതാവിനെ ഇഷ്ടപുത്രനായ ജോസഫ് മരിച്ചു എന്ന വാർത്ത കേട്ട് രക്തം മുറങ്ങ നിലയെങ്കി കണ്ടു സങ്കടപ്പെട്ടിരിക്കുമ്പോ ബാക്കിയുള്ള മക്കളെല്ലാം കൂടെ നമ്മൾ ചെയ്യുന്നത് തന്നെ അപ്പനെ ആശ്വസിപ്പിക്കാമെന്നപ്പോൾ അപ്പൻ പറയുന്ന ഒരു വാക്യമുണ്ട്, വായിക്കാം. എന്റെ മകന്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന്. ആദ്യത്തെ വാക്കതാ, ഞാൻ പാതാളത്തിൽ ഇറങ്ങി. ഇനി എന്റെ മകന്റെ വീട്ടിലോട്ട് പോകുകയല്ല, ഒരു മാർഗവും ഇല്ല. ഞാൻ പാതാളത്തിൽ ഇറങ്ങും. ഗോ ഡൗൺ. അതുവരെ ഇങ്ങനൊരു വാക്കില്ല. ഞാൻ പാതാളത്തിൽ ഇറങ്ങും, അതേ ഇനി മാർഗമുള്ള. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും ശരി, അവൻ ഇങ്ങോട്ട് വരത്തില്ല, എനിക്ക് അവനെ കിട്ടത്തില്ല. ഇനി എനിക്ക് ഏക ആശ ഞാൻ അവന്റെ വീട്ടിലോട്ട് പോകും. അതായത് ഞാൻ മരിച്ചാൽ പാതാളത്തിൽ പോകും. അവിടെ തുടങ്ങി
അത് കഴിഞ്ഞ് 49-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിൽ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. തന്റെ ജനത്തോട് ചേർന്ന് വായിച്ചേ. അവൻ കാൽ കട്ടിലിന്മേൽ എടുത്തു വെച്ചിട്ട് പ്രാണനെ വിട്ട് തന്റെ ജനത്തോട്. നേരത്തെ പറഞ്ഞ അബ്രഹാമിനോടും ഇസഹാക്കിനെ കുറിച്ചും പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് തന്നെ വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നു. ജനത്തോട് ചേർന്നു. അപ്പോൾ താൻ പറഞ്ഞു, ഞാൻ പാതാളത്തിലോട്ട് ഇറങ്ങുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ യാക്കോബിന്റെ മകനായ ജോസഫിന്റെ മരണത്തിൽ ഒരല്പം കൂടെ ലൈറ്റ്, മരണശേഷം ഉള്ള എന്തിനോ കുറിച്ച് ഒരു പ്രതീക്ഷ ജോസഫ് പറയുന്നുണ്ട്. ഉൽപ്പത്തി 50:24 പറഞ്ഞു. ഉൽപ്പത്തി 50 തന്റെ സഹോദരന്മാരോട് ഞാൻ മരിക്കുന്നു, ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. എന്തോ ഒരു പ്രതീക്ഷ അദ്ദേഹത്തിന്. എന്താണെന്നറിയാൻ മേല. ഇവിടുന്ന് 100 വർഷം കഴിയുമ്പോൾ നിങ്ങളെ സന്ദർശിച്ച് കൊണ്ടുപോകും. അന്നേരം നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ ബോൺസ് എടുത്തോണ്ട് പോകണം, എന്റെ അസ്ഥികൾ കൊണ്ടുപോകണമെന്ന് പറയുന്നു. അപ്പൊ മനസ്സിലാക്കണമേ, എന്തോ ഒരു ചെറിയ ചലനം. അപ്പൊ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് പാതാളത്തിൽ അസ്ഥികൾ കൊണ്ടുപോകണം. ഇനിയും നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മരിച്ചവർ എവിടെയായിരുന്നു എന്നും പഴയ നിയമത്തിൽ ഇപ്പോൾ എവിടെയാണെന്നും വ്യക്തമായിട്ട് പറയുന്നു. കർത്താവ് അതിനെക്കുറിച്ചൊരു വെളിപ്പാട് നമുക്ക് നൽകിയിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമോ? ലൂക്കോസ് 16. ഇവിടെ ശ്രദ്ധിക്കണമേ, കർത്താവ് പല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ഉപമ പറഞ്ഞിട്ടുണ്ട്, സാദൃശ്യം പറഞ്ഞിട്ടുണ്ട്, സംഭവം പറഞ്ഞിട്ടുണ്ട്. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. ഉപമയാണ്, വിതച്ചെന്നല്ല, ഒരു ഉദാഹരണം. ഇനി സദൃശ്യം പറഞ്ഞിട്ടുണ്ട്. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ ഒരുങ്ങി പുറപ്പെട്ട 10 കന്യകമാരോടെ സാദൃശ്യം. അതല്ല ഉദാഹരണങ്ങൾ, സാദൃശ്യം. എന്നാൽ നടന്ന സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരപ്പന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അത് സംഭവമാണ്, ഇൻസിഡന്റാ. ഇതുപോലെ ഈ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19-ാം വാക്യം അപ്പോൾ തുടങ്ങുന്നത് ഒരു ഇൻസിഡന്റാ. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. സംഭവമാ, നടന്നതാ. അടുത്തത് കേട്ടുകൊള്ളുക. അവൻ ധൂമ്രവസ്ത്രവും ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്നു പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. 2 പേരുടെ ജീവിതത്തെ ഇവിടെ കാണിക്കുന്നു. ഒരേ നാട്ടിൽ, ഒരേ ഗ്രാമത്തിൽ, ഒരേ നെയ്ബർഹുഡിൽ 2 പേർ. ഒരാള് ധനവാൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ആ ശൈലി പറയുന്നു. നല്ല വസ്ത്രം ധരിച്ച്, നല്ല ഭക്ഷണം കഴിച്ച്, വളരെ ആഡംബരത്തോടെ ജീവിച്ചു. ബാക്കി പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ എന്താണ് പുറകെ കാണാം. എന്നാൽ ദരിദ്രനായ ഒരു മനുഷ്യൻ ലാസർ ഉണ്ടായിരുന്നു. അവന്റെ ശരീരത്തിൽ വ്രണം നിറഞ്ഞവനായി ഇതേ വീടിന്റെ അടുത്ത് കിടന്നിരുന്നു. 2 പേരും ജീവിക്കുക. അടുത്ത നോക്കിക്കോ. ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ശ്രദ്ധിച്ചോളെ, കർത്താവ് പറഞ്ഞൊരു സംഭവമാണ്. ലാസർ മരിച്ചപ്പോൾ ദൂതന്മാർ വന്നു. ദൂതന്മാർ വന്ന് ആ ശരീരമല്ല, ആ ആത്മാവിനെ കൊണ്ടുപോയ സ്ഥലമാണ് അബ്രഹാമിന്റെ മടി. ബോസം ഓഫ് എബ്രഹാം. അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. കാര്യം കഴിഞ്ഞു. അടുത്തത് കേട്ടുകൊള്ളുക. കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ ധനവാനായ വ്യക്തി മരിച്ചു, അടക്കപ്പെട്ടു എന്ന് റിക്കാർഡ്. അവിടെ റിക്കാർഡിക്കൽ ഫ്യൂണറലാണ്. അതങ്ങനെ എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ധനവാനായ വ്യക്തി മരിച്ചാൽ ഏത് വിധത്തിലാണ് ആ സംസ്കാരം നടക്കുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത്ര കങ്കേമമായി, ഗംഭീരമായി അദ്ദേഹത്തിന്റെ പൊസിഷനും സ്ഥാനത്തിനും ദേശത്തിലെ പദവിക്കും ഒത്തവണ്ണം അദ്ദേഹത്തിന്റെ ശവം സംസ്കരിച്ചു. അടുത്തത് പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ അദ്ദേഹവും പാതാളത്തിൽ പോയി. വിഷയത്തിലേക്ക് വരിക. ലാസർ മരിച്ചു, അബ്രഹാമിന്റെ മടിയിൽ പോയി. ധനവാൻ മരിച്ചു, പാതാളത്തിൽ പോയി. അടുത്തത് കേട്ടുകൊള്ളുക. മേലോട്ട് നോക്കി. അപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം, ധനവാൻ കിടന്നതിന്റെ മേളില ലാസർ കിടക്കുന്നത്.
ഇതർത്താണ് ദിശ, ഇതർത്ഥ ഭൂമി, ഇതാണ് പാതാളം, ഇത് അധമ പാതാളം, ഇത് അഗാധ കൂപം. 1, 2, 3. വേദപുസ്തകത്തിൽ ഈ ഭൂമിയുടെ അടിഭാഗത്തെ 3ആയിട്ടാണ്. 1 ഹേഡസ്, 2 ടാർട്ടസ്, 3 ബോട്ടംലെസ് പിറ്റ്. ഇത് ബിബ്ലിക്കൽ. സയന്റിഫിക്കലി 1 ഇത് ലിത്തോസ്ഫിയർ, 2 അസ്തനോസ്ഫിയർ, 3 മെസോസ്ഫിയർ. മലയാളത്തിൽ പാതാളം, അധമപാതാളം, അഗാധകൂപം. സയന്റിഫിക്കലി ഇത് ക്രസ്റ്റ്, പുറന്തോട്. ഇത് പുറന്തോടാ, നമ്മൾ താമസിക്കുന്ന ഈ മണ്ണ് പുറന്തോട്. ഇത് അസ്തനോസ്ഫിയർ. സയൻസ് പറയുന്നു അത് അർദ്ധദ്രാവകമാണ്. ചൂടാ, ഭയങ്കര ചൂടാ. അവിടുത്തെ ചൂട് റഷ്യൻ ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചത് പറയുന്നു, വിക്ടർ യെസർക്കോവ്, 2000 ഡിഗ്രി. ഇവിടുത്തെ ചൂട് 6000 ഡിഗ്രി തിളച്ചു പറയുന്നു. ലിത്തോസ്ഫിയർ, അസ്തനോസ്ഫിയർ, മെസോസ്ഫിയർ. പാതാളം, അധമപാതാളം, അഗാധകൂപം. ബിബ്ലിക്കലി ഇത് 1 പാതാളം, ഇത് അധമപാതാളം. മനസ്സിലായി? ഇവിടെയാണ് ധനവാൻ മേലോട്ട് നോക്കിയെന്ന്. മേലോട്ട് നോക്കിയപ്പോൾ ആരെ കണ്ടു? ലാസറിനെയും അബ്രഹാമിനെയും കാണുന്നു. അബ്രഹാം മുതലായവർ പോയത് എവിടാ? പറഞ്ഞാട്ടെ, എവിടാ പോയത്? പാതാളം. എവിടെ പോയി? പാതാളം. യാക്കോബ് പറയുന്നല്ലേ, എന്റെ നിറയെ ദുഃഖത്തോടെ പാതാളത്തിലിറങ്ങും. അപ്പോൾ അബ്രഹാം പോയത് പാതാളം. ലാസറിനെ ദൂതന്മാർ കൊണ്ടുപോയത് അബ്രഹാമിന്റെ മടി. അതെവിടമാ? പാതാളം. മനസ്സിലായല്ലോ? ധനവാൻ മേലോട്ട് നോക്കിയെന്ന അതിന്റെ അർത്ഥം അതിനടി. 2ാം ഭാഗം എന്തുവാ? അധമപാതാളം. അതാ പുള്ളി പറയുന്നത്, കർത്താവേ, ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടത് ഇങ്ങോട്ട് അയക്കണമേ. അടുത്തത് ഒന്ന് വായിക്കുമോ? അബ്രഹാം പിതാവേ, അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. അടുത്തത്, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഒരു ബോഡി കിട്ടും. ഈ ബോഡിയല്ല, ഈ മജ്ജയും മാംസവുമുള്ള ഈ ബോഡിയല്ല, കാൽസ്യവും അയണും ഫോസ്ഫേറ്റും ഉള്ള ഈ ബോഡിയല്ല. വേറൊരു ബോഡി കിട്ടും. ആര് മരിച്ചാലും ഐഡന്റിഫിക്കേഷനും ഉണ്ട്. കാരണം ലാസറിന്റെ ബോഡി ഐഡന്റിഫൈ ചെയ്തു ആര്? ധനവാൻ. അബ്രഹാമിന്റെ ബോഡി ഐഡന്റിഫൈ ചെയ്തു ധനവാൻ. ഇതൊരു സംഭവമാണ്, കഥയല്ല, ഇൻസിഡന്റാ. അപ്പോൾ ഈ ധനവാൻ തീർച്ചയായിട്ടും ഒരു ഇസ്രായേലിനാ. കാരണം അബ്രഹാമിന്റെ ചരിത്രം പഠിച്ചിട്ടുള്ളവനാ. ഞങ്ങളുടെ പിതാവായ അബ്രഹാം എന്ന് പറഞ്ഞ് പാടി സ്തുതിച്ച് നടന്നെങ്കിലും മാർഗം തെറ്റിപ്പോയവനാ. അല്ലെങ്കിൽ അബ്രഹാം പിതാവെന്ന് വിളിക്കത്തില്ല, അറിവുള്ളവനാ. നമ്മുടെ പിതാവാണ് നമ്മുടെ ഇസ്രായേൽസിന്റെ പിതാവ് അബ്രഹാം എന്ന് മനസ്സിലായി. അതെ, അദ്ദേഹത്തിന്റെ ആ ബോഡി മനസ്സിലായി. പറയുക, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അപ്പോൾ സയൻസിലേക്ക് നോക്കിക്കേ. വിക്ടർ യെസർക്കോവ് പറഞ്ഞത് ഇവിടെ 2000 ഡിഗ്രി ചൂടാണ്, 200 ഡിഗ്രി ചൂടാന്ന് പറഞ്ഞാ ചെന്നത്. സൈബീരിയൻ ട്രില്ലിയൻ അവിടുത്തെ ഓയിൽ കണ്ടൻസ് കണ്ടുപിടിക്കാൻ ചെന്നപ്പോ ചൂട് 2000 ഡ്രില്ലർ എടുത്തുന്ന അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഡ്രില്ലർ എടുത്തിട്ട് തിരികെ കൊണ്ടുപോയിട്ട് അത് ശരിയാക്കി ഇനി 2000 അല്ല 3000 ഡിഗ്രി ചൂട് വന്നാലും അതിനെ റെസിസ്റ്റ് ചെയ്യത്തക്ക പവറിൽ ഉണ്ടാക്കി അറ്റത്ത് മൈക്രോസ്കോപ്പും വെച്ചാ വിട്ടത്. അത് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. അവിടെ ചെന്നപ്പോൾ ഭയങ്കരമായ ശബ്ദം കേട്ടിട്ട് തിരിച്ചെടുത്തിട്ട് ഹെഡ്ക്വാർട്ടറിൽ അവർ പറഞ്ഞു പ്രൊസീഡ്. വീണ്ടും ഇറക്കി. അടുത്തത് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ ഭാഷ 1 അല്ല 2 അല്ല, ആയിരക്കണക്കിന് മനുഷ്യാത്മാക്കൾ ഏതോ ഭയങ്കരമായ വേദന അനുഭവിച്ച് ഗർജിക്കുന്ന സ്വരം കേട്ട് ഞാൻ ജോലി രാജിവെച്ച് പോയെന്ന് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. പേപ്പർ വന്ന വാർത്തയാണ്. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ പേപ്പർ ന്യൂസ്. 989 വന്നതാണ്. അപ്പോൾ
ബൈബിളുമായിട്ട് സാമ്യമുണ്ട്. തിരുവചനം പഠിപ്പിക്കുന്നു, ലാസർ പറയുന്നു, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അപ്പൊ കർത്താവ് മറുപടി പറയുന്നുണ്ട്, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മ, ഇവൻ നിന്റെ ആയുസ്സിൽ നീ നന്മ, ഇവൻ തിന്മ. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു. അന്നേരം പറയുന്നുണ്ട്, അവനെ ഇങ്ങോട്ട് വിടെ, എന്റെ നാവിന്റെ അറ്റം ഒന്ന് തണുപ്പിക്കാൻ. അന്നേരം അബ്രഹാം പറഞ്ഞു, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, ദർ ഈസ് എ ഗൾഫ് ഇൻ ബിറ്റ്വീൻ യു ആൻഡ് മീ. ഞങ്ങൾക്കും നിങ്ങൾക്കും നമ്മളൊരു പിളർപ്പുണ്ട്, ഇവിടെ അങ്ങോട്ട് വരാൻ ഒക്കത്തില്ല. അവിടെ കർത്താവ് പറഞ്ഞു നിർത്തി. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, മരിച്ചവർ പാതാളത്തിൽ പോകുന്നു. പഴയ നിയമകാലത്ത് പോകുന്നവർ രണ്ട് ജാതിയിലേക്ക് പോകുന്നു. ഭക്തർ പാതാളത്തിൽ, ഹെയ്ഡസ്, അഭക്തർ ടാറ്റസ്. ഈ ബോട്ടംലെസ് പിറ്റ് എന്ന് പറയുന്ന ഈ മൂന്നാമത്തെ ഭാഗത്ത് കിടക്കുന്നത് ആരാണെന്നറിയാമോ? പാപം ചെയ്ത ദൂതന്മാർ. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, ഇവിടെ ആരാ കിടക്കുന്നത്? മൂന്നാം ബോട്ടംലെസ് പിറ്റ്. ഇവിടെ കിടക്കുന്ന ആരാ നോക്കിക്കോണം. വായിച്ചാട്ടെ പ്ലീസ്, വായിച്ചോ. 2 പത്രോസ് 2:4. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി. ഇനിയും വായിക്കാം. വെളിപ്പാട് 20 നരകവേദം എന്ന് പറയുന്നുണ്ട്. ഈ നരകവേദം എന്ന് പറയുന്നുണ്ട്. വെളിപ്പാട് 20. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും. അഗാധം, അതാ ഞാൻ പറഞ്ഞത്. ബോട്ടംലെസ് പിറ്റ്, കീ ഓഫ് ബോട്ടംലെസ് പിറ്റ്. അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. അവിടെ ചങ്ങലയിട്ടു. അതാണ് അഗാധം, അഗാധ ഭൂപം, ബോട്ടംലെസ് പിറ്റ്. ഭൂമിയടിയിലുള്ളതായ ഹെയ്ഡസ്, പഴയ നിയമ ഭക്തന്മാർ പോയ സ്ഥലം, മേൽ പാതാളം. അതാണ് മലയാളത്തിൽ പാതാളം. അതിനടിയാണ് അധമ പാതാളം, ടാറ്റസ്, ദൈവത്തെ കൂടാതെ ജീവിച്ചവർ പോയ സ്ഥലം. ഏറ്റവും അടിയിൽ ലൂസിഫറിനൊപ്പം പാപം ചെയ്ത ദൂതന്മാരിൽ ഒരു കൂട്ടത്തെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് അവിടെ ഇട്ടിരിക്കുക. ഇങ്ങനെ 3. ഇനി നോക്കിക്കോണം, നമ്മുടെ കർത്താവിനെ ക്രൂശിച്ചു. നമ്മുടെ വിഷയത്തിലേക്ക് വരിക. കർത്താവിനെ ക്രൂശിച്ചു. കർത്താവിന്റെ 2 സൈഡിലും 2 കള്ളന്മാർ. ലൂക്കോസ് 23:39. ലൂക്കോസ് 23:39. അത് ആരാണെന്ന് പറയുന്നില്ല. വലത്തൊന്നോ ഇടത്തൊന്നോ ഒന്നുമില്ല. ഒരു ദുഷ്പ്രവർത്തിക്കാരൻ പറഞ്ഞാട്ടെ. നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞവനെ അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു. സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, നീ അവനോട് രണ്ടുപേരും ഒരേ ശിക്ഷയ്ക്ക് വന്നിരുന്നവരാ. ഒരുവൻ യേശുവിനെ ദുഷിച്ചപ്പോൾ മറ്റവൻ പറയുക, എനിക്കും നിനക്കും നമ്മൾ പ്രവർത്തിച്ചതിന് കിട്ടി, ഇവൻ ഒന്നും ചെയ്തവനല്ല എന്ന് പറഞ്ഞിട്ട് കർത്താവിനോടൊരു അപേക്ഷ. യേശുവേ, പിന്നെ അവൻ യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. ഇവനൊരു ദർശനം. യേശു മരിച്ചിരിക്കുകയില്ല, രാജ്യത്തിന് പുറകിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് സമയമില്ല. യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. കർത്താവ് കൊടുത്ത ഒരു മറുപടി ഉണ്ട്. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. ആ വാക്ക് ശ്രദ്ധിക്കണം. ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. ടുഡേ യു ഷാൽ ബി വിത്ത് മീ അറ്റ് പാരഡൈസ്. അതാണ് വാക്ക്. 3 പേരെ ക്രൂശിൽ, 2 ദുഷ്പ്രവർത്തിക്കാർ, നടുവിൽ കർത്താവ്. 3 പേരും കിടക്കുന്നു. ഇവരിൽ ആരാണ് ആദ്യം മരിച്ചതെന്നറിയാമോ? ദുഷ്പ്രവർത്തിക്കാരനാണോ കർത്താവാണോ? വായിക്കാം. യോഹന്നാൻ 20:31. യോഹന്നാൻ 20:31 വായിച്ചാട്ടെ പ്ലീസ്. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് വിശ്വസിച്ചിട്ടേ. യോഹന്നാന്റെ സുവിശേഷം 19. ആ ശബത്ത് നാൾ വലിയതുമാകൊണ്ട് ശരീരങ്ങൾ ശബത്തിൽ ക്രൂശന്മേൽ
വെച്ച് അവരുടെ കാൽ ഒടിച്ച് എടുപ്പിക്കണം എന്ന് യഹൂദന്മാർ പീലാത്തോസ്. ശരീരം ശവത്തിലിരുന്നാൽ ഒരു വ്യക്തിയെ ക്രൂശിച്ചാൽ ഉടൻ മരിക്കത്തില്ല. മണിക്കൂറുകൾ, ചിലപ്പോൾ ദിവസങ്ങൾ കഴിയും മരിക്കാൻ. ശാരീരികമായിട്ട് വേദനയും നരമ്പുകൾ വലിയുന്നത് മാത്രം. കാർഡിയാക് സിസ്റ്റവും ന്യൂറോളജിക്കൽ സിസ്റ്റത്തിൽ ഒരു കുഴപ്പവുമില്ല. ഇതിങ്ങനെ ക്രൂശിൽ നരമ്പ് വലിഞ്ഞ് തൂങ്ങിക്കിടക്കുമ്പോൾ പഴയ ചരിത്രം പറയുന്നത് രക്തം വാർന്നു കിടക്കും. അവിടെ കഴുകന്മാർ വന്ന് കൊത്തും. മാംസം കൊത്തി തിന്നും ജീവനോടെ. മാംസം കൊത്തി തിന്ന് ജീവനോടെ കൊത്തി തിന്ന് അങ്ങനെ മരിക്കുമ്പോൾ ഈ ബോഡി ഇരുന്ന് വീഴും. അല്ലാതെ ഇളക്കാൻ നിയമമില്ല. ക്രൂശിൽ തറയ്ക്കുന്ന ഒരു വ്യക്തിയുടെ എടുക്കാൻ നിയമമില്ല. കാരണം ക്രൂശീകരണം റോമൻസിന്റെ ഒരു വലിയ പനിഷ്മെന്റാ. അതിനെ ആർക്കും വേറെ ഒന്നും തൊടാനൊക്കത്തില്ല. എന്നാൽ ശവത്തിൽ ക്രൂശിൽ കിടന്ന് ബഹളം ഉണ്ടാക്കിയാൽ ശവദശുദ്ധം. അതിന് ഇവരെ കൊല്ലാനുള്ള മാർഗം കാലിൽ അടിച്ചിരിക്കുന്ന ആണി ഊരിയിട്ട് കാല് മടക്കി ഓടിക്കും. കാല് രണ്ടും മടക്കി ഓടിക്കുമ്പോൾ മരിക്കും. അതിനാ ചെന്നിട്ട് 2 ദുഷ്പ്രവർത്തിക്കാരുടെ സമീപത്തിൽ ചെന്നത് മരിച്ചിട്ടില്ല. അവരുടെ കാലൊടിച്ചു. യേശുവിന്റെ തിരികെ കാലൊടിക്കാൻ ചെന്നു. യേശു മരിച്ചിട്ടുണ്ടോ? ഉണ്ട്. യേശു മരിച്ചു. അപ്പോൾ ഇവരിൽ 3 പേരിൽ ആരാ മരിച്ചത്? ആദ്യം യേശു ദുഷ്പ്രവർത്തിക്കാരെന്ന് പറഞ്ഞ വാക്കനത, ഇന്ന് നീ എന്നോടുകൂടെ പ്രതീക്ഷയും. അപ്പോൾ ശ്രദ്ധിക്കണമേ, അടുത്ത വിഷയത്തിലേക്ക് നമ്മൾ വരിക. യേശു മരിച്ചിട്ട് എന്ത് ചെയ്തു? പാതാളത്തിൽ ഗുഡ്. എഫേസ്യർ 4:7 വ്യക്തമായിട്ട് പറയുന്നു. എഫേസ്യർ 4:7 നമ്മൾ ഓരോരുത്തർക്കും ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. നമ്മളുടെ കാര്യമാ എന്ന് പറഞ്ഞിട്ട് അടുത്ത കേൾക്കുക. കൃപ കിട്ടിയതിന്റെ അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്നറിയുന്നില്ലല്ലോ. അടുത്ത വാക്യം കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി പാതാളത്തിൽ ചെന്നു. മനുഷ്യർക്ക് എന്ത് കൊടുത്തു? നല്ല ദാനങ്ങളെ കൊടുത്തു. എന്താണെന്നറിയാമോ? അതിനൊരു കാര്യമുണ്ട്. ക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനത്തിൽ മരിച്ചവരാണ് പഴയ നിയമ വിശുദ്ധന്മാർ. നമുക്ക് അഭിഷേകം ലഭിച്ചു. എന്നാൽ അവരിൽ ഒരു ശക്തി ഉണ്ടായിരുന്നു. അത് ക്രിസ്തുവിന്റെ ശക്തിയാ. അപ്പൊ 1 പത്രോസ് 1:10 നോക്കിക്കേ. ഒന്ന് വായിച്ചാലും. 1 പത്രോസ് 1:10 വായിച്ചേ. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ നമ്മൾക്കുള്ള രക്ഷ അവർക്കറിയാം. മനുഷ്യവർഗത്തിന് ഒരു രക്ഷ കിട്ടാൻ പോകുന്നു. ദൈവമക്കളെ, നമ്മൾ പരമഭാഗ്യമുള്ളവരാ. നമുക്ക് ഈ രക്ഷ ശരിക്ക് തെളിഞ്ഞു കിട്ടി. അവർക്ക് ഈ രക്ഷയെ കുറിച്ചൊരു ഫിഗർ അവർക്കുണ്ടായിരുന്നു. ആ രക്ഷ കാരണം എന്താണെന്നറിയാമോ? അടുത്ത വാക്യം അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ്. അപ്പോൾ പഴയ നിയമ വിശുദ്ധന്മാരിൽ ക്രിസ്തുവിന്റെ ആത്മാവുണ്ടായിരുന്നു. ആ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ വ്യാപാരത്താൽ നമുക്ക് വരുവാനുള്ള രക്ഷയെക്കുറിച്ച് അന്വേഷിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്ന് തങ്ങളുടെ ജീവിതത്തെ അവസാനിപ്പിച്ചവരാ പഴയ നിയമ ഭക്തന്മാർ. അപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ, നമ്മുടെ കർത്താവിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് അവരെയും കരുതുക. അതിനാണ് കർത്താവ് പാതാളത്തിൽ ഇറങ്ങിയത്. അവിടെ പോയി ഒരു ഗുഡ് ന്യൂസ് പറഞ്ഞു. അതാണ് സുവിശേഷം പറഞ്ഞത്. അവിടെ അല്ല രക്ഷിക്കപ്പെടുന്നത് സ്നാനപ്പെടണമെന്നല്ല. നിങ്ങളോടൊരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ച റിഡംഷൻ ഞാൻ ഭൂമിയിൽ പൂർത്തീകരിച്ചു. നിങ്ങൾ വിശ്വാസത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ആ വലിയ വീണ്ടെടുപ്പ് ഞാൻ ഭൂമിയിൽ നിവർത്തിച്ചിട്ട് നിങ്ങളിലേക്ക് വന്നിരിക്കുക. ഇനിയും നിങ്ങൾക്കൊരു പ്രമോഷൻ നിങ്ങൾക്ക് എന്നോട് പോരാ. അതാണ് ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ കർത്താവ് മരിച്ച വെള്ളിയാഴ്ച ദിവസം തന്നെ കർത്താവ് പാതാളത്തിൽ ചെന്ന് ആ ഗുഡ് ന്യൂസ് പറഞ്ഞ് ഭക്തന്മാരെ മുഴുവൻ അവിടെ നിന്ന് കൊണ്ടുവരുന്നു. അന്നേരമാണ് ഈ ഒരു ഭാഗത്തെ കള്ളൻ മരിച്ചു. ആ കള്ളന്റെ ആത്മാവുമായി പോയി പർദീസയിൽ പോയി. അന്ന് മുതൽ ഇന്ന് വരെ ക്രിസ്തുവിൽ മരിക്കുന്ന ഭക്തന്മാർ പർദീസയിൽ. ദൈവമക്കളാകുന്ന ഞാനോ നിങ്ങളോ ഇപ്പോൾ മരിച്ചാൽ, ഇന്ന് മരിച്ചാൽ എവിടെ പോകും? പർദീസയിൽ പോകും. എന്നാൽ ക്രിസ്തുവിനെ കൂടാതെ മരിക്കുന്ന ആരായാലും ഒരു ചേഞ്ചുമില്ല. അവർ ഇപ്പോഴും ഈ രണ്ടാമത്തെ ജ്വാലയിലേക്ക് പോകുക. എന്തെല്ലാം പ്രക്രിയകൾ ഇവിടെ ചെയ്താലും,
ഏതെല്ലാം വിധത്തിൽ അടക്കങ്ങൾ നടത്തിയാലും അതിനുശേഷം എന്തെല്ലാം കർമ്മങ്ങൾ ആരെല്ലാം ചെയ്താലും ഇവിടുന്ന് വരാൻ ഒക്കത്തില്ല. പാപം എന്തോ അബ്രഹാം പറഞ്ഞ് എനിക്ക് പോലും അങ്ങോട്ട് വരാമല്ല നിന്നിരിക്കുന്നു. പാതാളത്തിൽ അത്രയും അടുത്തായിട്ട് ഇവിടുന്ന് അങ്ങോട്ടും പറ്റത്തില്ല, അവിടെ നിന്ന് ഇങ്ങോട്ടും പറ്റത്തില്ല. അപ്പോൾ ക്രിസ്തുവിൽ മരിക്കാത്ത ഒരു വ്യക്തി മതമോ ജാതിയോ സഭയോ അല്ല. ഒരു അനാത്മീയൻ മരിച്ചാൽ, കർത്താവുമായി പേഴ്സണൽ ബന്ധമില്ലാത്ത ഒരു വ്യക്തി മരിച്ചാൽ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു അവൻ എവിടെ പോകും? അഥവാ പാതാളം. ദൈവമക്കൾ മരിച്ചാലോ പറഞ്ഞീശേ പാതാളം എൻറ്റയർലി വേക്കന്റ്, ഹേഡസ്, നോബഡി ദേർ. അത് പഴയ നിയമത്തിന് മാത്രം. ഇനിയും സയൻസ് ഇതിനെ അപ്രൂവ് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. ഇവിടെ മെഡിക്കൽ സ്റ്റാഫ് ഇരിപ്പുണ്ട്, അവർ എളുപ്പമുണ്ട് പറയാൻ. ഞാൻ എന്റെ ഒരു ഫ്രണ്ട് ഡോക്ടറെ പ്രതീക്ഷിച്ചത്, അദ്ദേഹം വരാമെന്ന് പറഞ്ഞാൽ വന്നില്ല, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡോക്ടറെ. മരണം നമ്മൾ പറയാതെ മരിച്ചുപോയോ? ഒരു മെഡിക്കൽ സ്റ്റാഫ് പറയുന്നത്, അവർ പറയുന്ന വാക്ക് എന്താണെന്നറിയാമോ? ക്ലിനിക്കൽ ഡെത്ത്. കണ്ണടച്ച് കിടന്നാണ് മരിച്ചെന്ന് അവർ പറയുകയില്ല. 3 കാര്യമാണ് ഒരു മനുഷ്യന്റെ ഡെത്ത് കൺഫേം ചെയ്യാൻ. 3 കാര്യം. 1, റെസ്പിറേഷൻ നിന്നിരിക്കും. 2, ബ്ലഡ് സർക്കുലേഷൻ നിന്നിരിക്കും. 3, കണ്ണിന്റെ റെട്ടൈന റിയാക്ട് ചെയ്യത്തില്ല. ഈ പ്രായമുള്ളവരൊക്കെ മരിച്ചു കഴിയുമ്പോൾ, മരിക്കാൻ കിടക്കുമ്പോൾ, നമ്മുടെ നാട്ടിലേക്ക് ലൈറ്റ് അടിക്കുമ്പോൾ ഒരാൾ പറഞ്ഞിട്ട്, ഈ അപ്പച്ചൻ ഉറങ്ങുന്ന അപ്പച്ചൻ എന്തിനാ ഈ പെൺകൊച്ച് കണ്ണ് തുറന്ന് ലൈറ്റ് അടിക്കുന്നു? കണ്ണിന്റെ റെട്ടൈന വർക്ക് ചെയ്യുന്നുണ്ടോന്ന് അറിയാൻ. അതിന്റെ പേരാണ് എന്താണെന്നറിയാമോ? ക്ലിനിക്കൽ ഡെത്ത്. 3 കാര്യം. ബ്ലഡ് സർക്കുലേഷൻ, റെസ്പിറേഷൻ, 2 നിലയ്ക്കും, കണ്ണ് ചലിക്കത്തില്ല, ഒരു വെളിച്ചവും എടുക്കത്തില്ല. അതിന്റെ അർത്ഥം മരിച്ചു. പക്ഷെങ്കിൽ ആ മരണത്തിന് മെഡിക്കൽ സയൻസ് പറയുന്ന 2 ഘട്ടമുണ്ട്. 1ാമത്തെ ഘട്ടം സോമാറ്റിക്കൽ ഡെത്ത്, 2ാമത്തെ ഘട്ടം മോളിക്കുലാർ ഡെത്ത്. ഈ 3 കാര്യങ്ങൾ നടക്കുമ്പോൾ നടക്കുന്നത് സോമാറ്റിക്കൽ ഡെത്താ. മരിച്ചു. മരണം പൂർണ്ണമല്ല. മരണം പൂർണ്ണമാകണമെങ്കിൽ മണിക്കൂറുകൾ കിടക്കണം. നമ്മളാളുകൾ, നമ്മുടെ പ്രിയമുള്ളവരൊക്കെ മരിക്കുമ്പോൾ കൊണ്ട് മോർച്ചറിയിൽ വെച്ചാൽ ആ മരണം പൂർണ്ണമല്ല. മോളിക്കുലാർ ഡെത്ത് സംഭവിക്കണം. മോളിക്കുലാർ ഡെത്ത് മീൻസ് ഈ സെല്ലെല്ലാം ചാകാൻ തുടങ്ങണം. ഈ സെല്ല് മരിക്കണം, അപ്പോഴേ മരണം പൂർണ്ണമാകത്തുള്ളൂ. മോളിക്കുലാർ ഡെത്ത്, സോമാറ്റിക്കൽ ഡെത്ത്, ഇങ്ങനെ 2 ഘട്ടം പൂർണ്ണമായാലേ പരിപൂർണ്ണ മരണമാകത്തുള്ളൂ. മരിച്ചു കഴിഞ്ഞ് ഈ ശരീരത്തിന്റെ കോശങ്ങളെല്ലാം ചാകണം. എന്നാൽ ചില വർഷങ്ങൾക്ക് മുൻപേ ലോകത്തിലെ പ്രസിദ്ധമായ ഹോസ്പിറ്റലുകളിൽ വലിയ VVIPs ഉണ്ടായിരുന്നു. VVIPs, വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ, ശാസ്ത്രജ്ഞന്മാർ അഡ്മിറ്റ് ചെയ്തു. അവർ മരിച്ചു. അതാണ് ഈ ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞ തിയറി. അവർ മരിക്കുന്ന ഡോക്ടേഴ്സിന് അറിയാം, നഴ്സസിന് അറിയാം, അവർ മരിച്ചു. ഉടൻ ഇന്നത്തെ ആധുനിക സംവിധാനം ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുത്തു, ശ്വാസോച്ഛ്വാസം കൊടുത്തു, കാർഡിയോ പൾമിനറി റെസിസ്റ്റേഷൻ CPR അടിച്ചു, തിരികെ അങ്ങോട്ട് കയറ്റിവിട്ടു. ഇവിടെ നല്ലപോലെ കൈവരെ വിരൽ വരെ വേണേ പൊടിച്ച് തിരുമി കേൾക്കാം. നിങ്ങൾക്കറിയാമല്ലോ. പ്രൈസലോ. മരിച്ച ഉടൻ റെസ്പിറേഷൻ ശരിക്കും കൊടുത്ത് ഹാർട്ട് വീണ്ടും ചലിപ്പിച്ചു വിട്ടാൽ ജീവിക്കും. അങ്ങനെ പലരും ജീവിച്ചു. അപ്പോൾ പല ഡോക്ടേഴ്സിന് സംശയം, 7 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയപ്പോൾ ഒരാൾ മരിച്ചു. സങ്കല്പിച്ചോണം, 7:1 ഒരാൾ മരിച്ചു. ഉടനെ ഈ അപ്പാരറ്റസ് എല്ലാം അവിടെ വെച്ചു. ഒരു 15 മിനിറ്റ്, 7 മണി കഴിഞ്ഞ് 1 മിനിറ്റും 15 സെക്കൻഡിലായപ്പോൾ ആള് ജീവിച്ചു. അല്ലെ 20 സെക്കൻഡ് ആയപ്പോ. യഥാർത്ഥത്തിൽ 7 മണി കഴിഞ്ഞ് 1 മിനിറ്റ് മരിച്ചു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഇയാൾ ജീവിച്ചു, ജീവൻ കിട്ടി. അപ്പോൾ ഒരു 15-20 മിനിറ്റ് ഒരു ഗ്യാപ്പ്. അപ്പോൾ ഡോക്ടേഴ്സ് അന്വേഷിക്കാൻ തുടങ്ങി, ഈ 20 മിനിറ്റ് വരെ എവിടെ ആയിരുന്നു? 20 സെക്കൻഡ് എവിടെ ആയിരുന്നു? ഇത് അന്വേഷിച്ചതിന്റെ പേരാണ് ലൈഫ് ആഫ്റ്റർ ലൈഫ്. അവർ ലോകത്തിലുള്ള എല്ലാ കോണ്ടിനെന്റിലെയും തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഹോസ്പിറ്റലിൽ ചെന്ന് ഇങ്ങനെയുള്ള കേസസ് എടുത്തു. പ്രത്യേക കേസസ് എടുത്തിട്ട് അങ്ങനെ മരിച്ച് ജീവിച്ചവരെ ഇന്റർവ്യൂ ചെയ്തതിന്റെ റിസൾട്ടാണ് ലൈഫ് ആഫ്റ്റർ ലൈഫ്. ഈ ഡോക്ടേഴ്സിന്റെ ഒരു പാനലാ പോയത്.
അവരെ ഇതുവരെ കണ്ടു. ഇങ്ങനെ മരിച്ച 20 സെക്കൻഡോ 15 സെക്കൻഡോ കൊണ്ട് ജീവിച്ചവരെല്ലാം 2 വിധത്തിലാ പ്രതികരിച്ച് ഉത്തരം കൊടുത്തത്. ഇന്നും നമ്മുടെ കേരളത്തിൽ പലരും ഇതുപോലെ സംഭവിച്ച് ജീവിച്ചിരിക്കുന്നവരുണ്ട്. അവരും ഇത് തന്നെയാ പറയുന്നത്. ഒരു കൂട്ടർ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ബെഡിലായിരുന്നു, ഞങ്ങൾക്കറിയാം, പക്ഷെ പെട്ടെന്ന് ഞങ്ങളുടെ ബോധം ഇങ്ങനെ മറയുന്നത് പോലെ ഞങ്ങളുടെ ബോഡിയുടെ വെയിറ്റ് അങ്ങോട്ട് കുറഞ്ഞു, എന്തോ പഞ്ഞു പോലെ ഞങ്ങൾ പൊങ്ങി, ഇങ്ങനെ മേലോട്ട് പോകുന്നത് കാണാം. ഇതെല്ലാം 20 സെക്കൻഡിനകത്തെ കാര്യമാണ്. മേലോട്ട് പോകുന്നത് കാണാം. താഴെ നോക്കുമ്പോൾ ഡോക്ടേഴ്സ് ഓടി വരുന്നു, നഴ്സസ് ഓക്സിജൻ സിലിണ്ടർ കൊണ്ട് പായുന്നു, ആരൊക്കെ എന്റെ ദേഹത്ത് പിടിച്ച് ഞെക്കുന്നു, ഒരാൾ പറഞ്ഞ എന്റെ ഭാര്യ കരയുന്നു, ചേട്ടൻ ഓടുന്നു, ആരൊക്കെ ഫോൺ വിളിക്കുന്നു, ഇതെല്ലാം കാണാം. പക്ഷേ ഞങ്ങൾക്ക് സെക്കൻഡുകൾക്ക് ഞങ്ങളുടെ ശരീരം പഞ്ഞു പോലായ ഒരു തുരങ്കത്തിൽ കൂടെ കയറി ഞങ്ങൾ പോയി. എല്ലാവരും അതാ പറയുന്നത്, ഒരു ടണലിൽ കൂടെ കയറുന്നത് പോലെ ഞങ്ങൾ പോയി. ഒരു കൂട്ടർ പറഞ്ഞു, ഞങ്ങളങ്ങോട്ട് ചെന്ന സ്ഥലം എന്തോ പ്രകാശമാണ്, ഇവിടുത്തെ ചിന്തകളെല്ലാം പോയി, ഇതെല്ലാം ഞങ്ങൾ അങ്ങ് വിട്ടു, അവിടുന്ന് പോരാൻ പോലും തോന്നിയില്ല. പിന്നെ ഓർമ്മ വന്നപ്പോ ഞങ്ങൾ ഓടിയില്ല. ഇതുപോലെ തന്നെയാണ് വേറൊരു കൂട്ടർ പറഞ്ഞേ, ഞങ്ങളിങ്ങനെ കിടക്കുകയായിരുന്നു, വേഗം ഞങ്ങളുടെ ബോധം പറയുന്ന പോലെ ഞങ്ങളുടെ ശരീരത്തിന്റെ വെയിറ്റ് കുറയുന്നു, ഞങ്ങൾ പഞ്ഞു പോലെ പൊങ്ങി, കാണാൻ ഡോക്ടറെ, ഞങ്ങളെ തിരുമുന്നു, ഭാര്യ കരയുന്നു, കൂട്ടുകാരെ ഓടി വരുന്നു, ഞങ്ങൾക്ക് മേലോട്ട് ഒരു തുരങ്കത്തിൽ കൂടെ കയറി. പിന്നെ അവർ പറഞ്ഞതാണ് ഗൗരവം, ഭയങ്കരമായ ഭയാനകമായ അതിയിരുട്ടുള്ള ഏതോ വലിയൊരു ഫർണസിൽ കൂടി ഇങ്ങനെ വരുന്നത് പോലുള്ള ഒരു വലിയ അനുഭവം ഉണ്ടായി. അവിടുന്ന് രക്ഷപ്പെടണമെന്ന് ഓർത്തു. ജീവൻ വന്നപ്പോ ഞങ്ങൾ ശരീരത്തിൽ ഇപ്പോഴും ഞങ്ങൾക്ക് ആ ഭയം മാറിയിട്ടില്ല. ഇങ്ങനെ 2 വിധത്തിലേ പറഞ്ഞുള്ളൂ. പിന്നീട് ഈ ഡോക്ടേഴ്സ് ഇവരെ കുറിച്ചുള്ള ആ ഡാറ്റ അങ്ങോട്ട് കളക്ട് ചെയ്തു. അതിങ്ങനെ പറയുന്നത്, ഈ പ്രകാശം കണ്ടെന്നും ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞവരെല്ലാം സ്പിരിച്വൽ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്തവരാണ്. അല്ലാത്തവർ എല്ലാം ഈ ലോകത്തിൽ ഇങ്ങനെ സാധാരണ ജീവിതം നയിച്ച് ഒഴുകിപ്പോയവരാണ് ഈ പറയുന്നത് ഭയാനകം എന്നവർ കണ്ടുപിടിച്ചു. അതാണ് ലൈഫ് ആഫ്റ്റർ ലൈഫ്. ഇന്നും നമ്മുടെ കേരളത്തിൽ പലരും ജീവിച്ചിരിപ്പുണ്ട്. 1-2 പേരോട് ഞാൻ സംസാരിച്ചു, അവരും ഇത് തന്നെയാ പറഞ്ഞത്. അവരെല്ലാം ദൈവമക്കളാ. അവർ പറഞ്ഞത്, ഞങ്ങൾ പോയ സ്ഥലത്ത് നിങ്ങോട്ട് പോരാനേ താല്പര്യമില്ലായിരുന്നു. ലൈഫ് ആഫ്റ്റർ ലൈഫ്. ഒരുവൻ ക്രിസ്തുവിൽ മരിക്കുന്ന ഭക്തന്മാർ ഭാഗ്യവാന്മാർ. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത് 2 തെസ്സലോനിക്കർ 2:15, പ്രിയമുള്ളവരെ, നിദ്ര പ്രാപിച്ചവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവർ നമുക്ക് മുമ്പാവും. കർത്താവിന്റെ വരവിൽ നാം രൂപാന്തരപ്പെടുന്നതിന് മുൻപേ ആദ്യമേ ക്രിസ്തുവിൽ മരിച്ചവരാ ഉയർക്കുന്നത്. അതാണ് 1 തെസ്സലോനിക്കർ 4:15 പറയുന്നത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരും, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കും. പർദീസയിലുള്ള പഴയ നിയമഭക്തന്മാരും പുതിയ നിയമഭക്തന്മാരും കർത്താവിന്റെ വരവ് വരെ മരിക്കുന്ന ഭക്തന്മാർ ഉയർക്കും. അതിനുശേഷമേ നമ്മുടെ ശരീരം ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു. ഇതാണ് ഇന്നലെ ചോദിച്ച ബ്രദർ വന്നിട്ടുണ്ടല്ലേ, ആരോ മനസ്സിലായോ, ക്ലിയർ ആയോ? ഈ വിളിച്ചുള്ള സ്ഥലം ഏതായിരുന്നു? അതവർക്ക് ഡോക്ടേഴ്സിന് പറയാനൊക്കെ തന്നെ ഇവരുടെ ഇന്റർവ്യൂ. അപ്പൊ നമ്മളത് മനസ്സിലാക്കുന്നു. ബിബിളിക്കലി പർദീസ, അതെ, ബൈബിൾ പ്രകാരം 4 സ്വർഗം. സ്വർഗം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയാമോ? ഹെവൻ മീൻസ് അപ്വേർഡ് പ്ലേസ് എന്നേ ഉള്ളൂ മൂല്യാർത്ഥം. 1ാമത്തെ സ്വർഗം ഈ ആകാശം, ശൂന്യാകാശം, അതായത് ഓക്സിജനുള്ള അതിന്റെ അപ്പുറത്തുള്ള സ്പേസ് വരെ 1ാമത്തെ ആകാശം, 1ാമത്തെ സ്വർഗം. 2ാമത്തെ സ്വർഗം വിസ്കോസിറ്റി, പ്രപഞ്ചം, ഈ ഗാലക്സികളെല്ലാം കിടക്കുന്ന സ്ഥലം. അവിടെയാണ് സാത്താന്റെ ഓഫീസ് എന്ന ബൈബിൾ പഠിപ്പിക്കുന്നത്, ആകാശത്തിന്റെ അധികാരി. 3ാം സ്വർഗം പർദീസ. കാരണം പൗലോസ് ശ്ലീഹ പറയുന്നു 3ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അതായത് വിസ്കോസിറ്റിക്ക് മേളിൽ എവിടെയോ ഒരു സ്ഥലമാണ് പർദീസ. അതിന്റെ മുകളിലാണ് ദൈവസിംഹാസന സ്ഥലം, അലാം സ്വർഗം. അപ്പോൾ ഈ പ്രകാശം കണ്ടു എന്നിവർ പറയുന്നതിൽ നിന്നും ബൈബിളിൽ മനസ്സിലാക്കാം അത് പർദീസയാണ്. അബ്രഹാമിന്റെ മടി ഓൾഡ് ടെസ്റ്റ്മെന്റ്, അത് ഭൂമിയുടെ അടിയിലാണ്. That was Old Testament time. All saints were going down. പാതാളത്തിൽ ഇറങ്ങും. യാക്കോബ് പറയാ, എന്റെ നരയെ ഞാൻ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങും. I will step down to Hades. ഇറങ്ങും. നമ്മൾ ഇവിടുന്ന് ഈ റോഡിലോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഇറങ്ങുക, മേലോട്ടാണ് കയറുക, ക്ലൈംബപ്പ്. അപ്പൊ ഇവിടെ പറഞ്ഞത് ഞാൻ പാതാളത്തിൽ ഇറങ്ങും. ആ ഇറങ്ങിയവരെ കുറിച്ചാണ് എഫേസ്യർ 4:7 പറയുന്നു, ഉയരത്തിലേക്ക് കയറ്റി
കയറ്റി അവരെ കർത്താവിനൊപ്പം പരദീസയിൽ കൊണ്ടുപോയി. സമയം മുന്നോട്ട് പോകുന്നു. അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് കയറാം. നമുക്ക് അടുത്ത് ചിന്തിക്കാൻ പോകുന്നത് വളരെയധികം നമ്മളെ ഗൗരവമായി സന്തോഷത്തോടും ഭക്തിയോടും ചിന്തിക്കാവുന്ന വിഷയമാണ്. നമ്മൾ റാപ്ചറിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 10 സംഭവങ്ങൾ ലോകത്തിൽ നടക്കാൻ പോകുന്നു. ഒന്നാമത്തെ സംഭവമാണ് റാപ്ചർ. അതെങ്ങനെയാണെന്ന് നമ്മുടെ സയൻസിൽ കൂടെ ബൈബിളിൽ കൂടെ നാളെ ചിന്തിക്കും. ഇന്ന് പറയാൻ പോകുന്നത് ഈ റാപ്ചറിനൊരു നിഴലുണ്ട്. അത് വളരെ ചിന്തിക്കുമ്പോൾ വളരെ മനോഹരം, വെരി ബ്യൂട്ടി. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം. ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്നും അടിമത്തം കഴിഞ്ഞ് പുറപ്പെട്ടു. അതിന് പറയുന്നു പുറപ്പാട്. അവരുടെ അടിമത്തം തീർന്ന ഒരു വാഗ്ദത്ത നാട്ടിലേക്ക് കയറുന്നു. അതിനാണ് പറയുന്നത് പുറപ്പാട്. നമ്മളും നമ്മുടെ ഒരു പുറപ്പാടാ ഈ നശ്വരമായ ശരീരത്തിൽ നിന്നും പാപം നിറഞ്ഞു നിൽക്കുന്ന ഭൂമിയിൽ നിന്നും നമ്മൾ മേലോട്ട് പോകും. നമ്മുടേതും പുറപ്പാടാണ്. ഇത് രണ്ടും പഴയ നിയമ ഇസ്രായേലിന്റെ നമ്മളുടെ നിഴൽ, പുതിയ നിയമ ഇസ്രായേൽ പോരും. ആ പുറപ്പാടും നമ്മളുടെ ഉൾപ്രാവണവും തമ്മിൽ 10 സാമ്യമുണ്ട്. അത് ചിന്തിക്കാം, നോക്കാം. പറഞ്ഞല്ലോ, അവരുടെ അടിമത്തിൽ നിന്ന് റിലീഫായി വാഗ്ദത്ത നാട്ടിലേക്ക് പോകുക. വെറുതെ എങ്ങോട്ടുമല്ല, പാലും തേനും ഒഴുകുന്ന പ്രോമിസ് ലാൻഡിലേക്ക് അവർ പോകുന്നത്. നമ്മളും ഈ പാപ ശരീരത്തിൽ നിന്നും, ഈ പാപം നിറഞ്ഞ ഭൂമിയിൽ നിന്നും നമ്മൾ സ്വർഗത്തിലേക്കാണ് പോകുന്നത്, വാഗ്ദത്തം ചെയ്ത സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എടുക്കാം. ബെറ്റി സിസ്റ്റർ പുറപ്പാട് പുസ്തകം മാത്രം എടുത്തു വെക്കണം. ബാക്കിയുള്ള സഹോദരന്മാരോ സഹോദരിമാരോ ഞാൻ പറയുന്ന വാക്യങ്ങൾ വായിക്കണം. 1 10 സാമ്യം. 1 ഇവിടെ നോക്കിക്കോ. ഒന്നാമത്തേക്ക് ഇവിടെ എക്സോഡസ് പുറപ്പാട്, ഇവിടെ റാപ്ചർ. 10 സാമ്യം. 1 പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം വായിക്കാം. ഇപ്പോഴത്തെ നിങ്ങൾ സഹോദരന്മാരോ സഹോദരിമാരോ ആളെ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 7-ാം വാക്യം വായിക്കണം. ആകയാൽ വരിക, നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. I will send you to Pharaoh as a leader. ചെതറിക്കിടക്കുന്ന 20 ലക്ഷം ജനമുണ്ട് അവിടെ നിന്ന്. അവരും മക്കളും കുഞ്ഞുങ്ങളും ഒക്കെ ചേർന്ന് കണക്ക് കൂട്ടിയാൽ 20 ലക്ഷം. ഇവർക്ക് ഒരു നേതൃത്വവുമില്ല. ഇവരെ പുറപ്പെടുവിക്കുവാൻ ഒരു ലീഡർ വേണം. അതിനെ ദൈവം നമ്പുരാൻ അപ്പോയിന്റ് ചെയ്തതാണ്. എന്നിട്ട് പറഞ്ഞു, നീ പോകുകയല്ല, ഞാൻ നിന്നെ അയക്കും. ഒരു ലീഡർ അവർക്ക്. നമുക്കോ യോഹന്നാൻ 16:7 വായിച്ചു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അടുത്തത്, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അയക്കും. സെയിം വാക്കുണ്ടോ? ഐ വിൽ സെൻഡ് ഹിം. മോശയെ അയച്ചു. നമുക്ക് നേതൃത്വം തരാൻ, നമ്മളെ നയിക്കാൻ, നമ്മളെ ഗൈഡ് ചെയ്യാൻ അയച്ചിരിക്കുന്നു പരിശുദ്ധാത്മാവിനെ. ആശയം നോക്കിക്കോണേ. നമുക്ക് പരിശുദ്ധാത്മാവിനെ കർത്താവ് അയച്ചതുകൊണ്ടാണ് നമുക്ക് കിട്ടിയത്. നമ്മളെ ഗൈഡ് ചെയ്യാൻ ദൈവാത്മാവ് നടത്തപ്പെടുന്നവർ ദൈവമക്കൾ. ആ ധാരയിൽ പോയാലേ എനിക്ക് ചെല്ലത്തുള്ളതിനാ. 2 പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം സിസ്റ്റർ വായിക്കുക. ആരെങ്കിലും ഒരാളെ കൊലോസ്യർ 3:4 വായിക്കണം. യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുളിച്ചത് എന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസമായിരിക്കും. ഇതാ ഈ മാസം അത് നിങ്ങളുടെ പഴയ നിലം ഇട്ടിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഒരു പുതിയ വർഷം തരിക. 1-ാമത്തെ വർഷം. പഴയത് മുഴുവൻ പോയി. നമ്മൾ ഡിസംബർ 31 പ്രാർത്ഥിച്ച് ജാനുവരി 1 കയറുമ്പോൾ പഴയ വർഷം മാറുന്നതുപോലെ അവരോട് പറയാ, നിങ്ങളുടെ മാസങ്ങളെല്ലാം മാറ്റിക്കോ. നിങ്ങൾക്ക് ആണ്ടിൽ 1 പുതുമ, ഫസ്റ്റ് ഡേ, ഫസ്റ്റ് ഇയർ. പഴയതെല്ലാം വിട്ടു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കണം. അത് പുറപ്പാട്. നമ്മുടെ പുറപ്പാട് കൊലോസ്യർ 3:4. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ, നമ്മുടെ ശരീരവും തേജസ്സിലാകും. നമുക്കൊരു പുതിയ ശരീരം, അവർക്കൊരു പുതിയ വർഷം. ഈ ഭൂമിയിൽ ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് പോകാൻ, നമുക്ക് ഈ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് പോകാൻ അവരുടെ വർഷത്തിന് പകരം നമുക്കൊരു പുതിയ ബോഡി. 3:12-5 യോഹന്നാൻ 1:29.
ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ കാണാം. എല്ലാ വീട്ടിലും ഒരാട്. വീട്ടിൽ മെമ്പേഴ്സ് കുറവാണെങ്കിൽ അയലോകക്കാർ ചേർന്നവർക്ക് ഭക്ഷിക്കാൻ തക്കവണ്ണമുള്ള ഒരാട്. അതാണ് സാധാരണ ആടല്ല, ഊനമില്ലാത്ത ഒരാട്ടിൻകുട്ടി. മൈനസ് ഒന്നും പാടില്ല, ഒരു പെർഫെക്റ്റ് ആയിരിക്കണം. അത് മറ്റ് ശാരീരികമായ വൈകല്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു നല്ല ആട്ടിൻകുട്ടി. അപ്പോൾ ഈ ദിവസങ്ങളിൽ ചെല്ലുമ്പോൾ കാണാം, 4 ദിവസം ചെല്ലുമ്പോൾ കാണാം, ഇസ്രായേൽ മക്കളുടെ അടിമ വീടുകളിലല്ല, ഈ ഗോശാൻ 2 ഡിസ്ട്രിക്റ്റാ, അവിടെ ചെന്നാൽ ഒരു കാഴ്ച കാണാം. എല്ലാവരുടെ വീട്ടിലൊരു നല്ല ബെസ്റ്റ് ആണ്, അതും ഒരു കുഴപ്പമില്ലാത്തത് അവർക്ക്. നമുക്കോ യോഹന്നാൻ 1:29 വായിച്ചേ. എത്ര നല്ല സാമ്യമല്ലേ. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നമുക്കൊരു കുഞ്ഞാട്, നമ്മുടെ കർത്താവായ യേശു. നമ്മുടെ ആളുകളെ, കുഞ്ഞാടേ നീ അർക്കപ്പെട്ടു, കുഞ്ഞാടെ വാഴ്ത്തുവീൻ, അവൻ ജീവൻ നൽകി നമ്മെ രക്ഷിച്ചല്ലോ. നമുക്ക് കുഞ്ഞാടെ, അവർക്കൊരു ലോകത്തിലെ ആടിനെ കൊടുത്തെങ്കിൽ സ്വർഗം നമുക്ക് ലോകത്തിലെ ആടല്ല, താൻ തന്നെ ഒരു കുഞ്ഞാടായിട്ട് വന്നു. പുറപ്പാട് സാമ്യം നോക്കിക്കണോ. 4:12 വായിക്കാം. 12:7 ഒരാ 1 യോഹന്നാൻ 1:7 മത്തായി 26:27. അതിന്റെ രക്തം കുറെ എടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിന്റെ കട്ടളക്കാൽ 2-മേലും കുറുമ്പടിമേലും പുരട്ടെ. ശക്തമായിട്ട് പറഞ്ഞു, ഇതിനെ അറുത്തിട്ട് ഇതിന്റെ രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടിക്കോണം. അർദ്ധരാത്രിക്ക് സംഹാരദൂതൻ വരും. ഏതെങ്കിലും വീട്ടിൽ ഇത് പേസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ മരണം. എല്ലാ വീടുകളിലും ചെയ്തോണമെന്നാ പറഞ്ഞത്. അങ്ങനെ അന്ന് സന്ധ്യയ്ക്ക് എന്നാൽ കാണാം, എല്ലാ വീടുകളിലെയും കട്ടളക്കാരന്റെ ആ കുറുമ്പടിയിലും എല്ലാം രക്തം അടയാളം. നമുക്കോ 1 യോഹന്നാൻ 1:7 അവന്റെ പുത്രനായ ക്രിസ്തുവിന്റെ രക്തം സകല അവന്റെ പുത്രനായ എത്ര കറക്റ്റാ. അത് തന്നെയാണ് മത്തായി 26:27 കർത്തൃമേശ കർത്താവ് പറയുന്നു. എന്താ പറയുന്നത്? നിങ്ങൾക്ക് വേണ്ടി ഒഴുക്കുന്ന എന്റെ രക്തം. എല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുകയും ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം. അവർക്ക് കുഞ്ഞാടിന്റെ രക്തം കട്ടളക്കാലിലും കുറുമ്പടി വേലും അടയാളം, അവർക്ക് സേഫ്റ്റി. നമുക്കോ നമ്മുടെ ശരീരത്തെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ രക്തത്തെ യേശുവിന്റെ രക്തം കൊണ്ട് വിശ്വാസത്താൽ കഴുകിയപ്പോൾ നമ്മൾ പുറപ്പാടാൻ യോഗ്യരായി. യേശുവിന്റെ രക്തത്താൽ പാപക്കറക്ക് മാറാത്ത ഒരു വ്യക്തിക്കും റാപ്ചറിൽ പങ്കെടുക്കാൻ ഒക്കത്തില്ല. അതാണ് സാമ്യം. അടുത്തത് പുറപ്പാട് 12:8 വായിക്കാം. 5 അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നേണം. ശ്രദ്ധിച്ചോ, അന്ന് രാത്രിയിൽ അവരെ ഈ മാംസം ഭക്ഷിക്കണം. അന്ന് രാത്രിയിൽ അത് ഭക്ഷിക്കാതെ ഒരുത്തരും അവിടെ രക്ഷപ്പെടാൻ ഒക്കത്തില്ല. ഭക്ഷിച്ചിരിക്കണം. നമ്മൾ വായിക്കുമ്പോൾ കാണാം, കുഞ്ഞുങ്ങൾക്ക് പോലും അത് കൊടുക്കുക അവർക്ക്. എങ്കിൽ നമുക്കെന്താ വായിക്കാം? യോഹന്നാൻ 6:52. ആകയാൽ യഹൂദന്മാർ നമുക്ക് തന്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവനെ എങ്ങനെ കഴിയുമെന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചു. അടുത്തത് യേശുവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനുള്ളവരെ ചേർക്കാനാ കർത്താവ് വരുന്നത്. നമ്മൾ വിശ്വാസത്തിന്റെ ശക്തിയാൽ, അതിനാ നമ്മുടെ സഭകളിൽ കർത്തൃമേശ നടത്തുന്നത്. വിശ്വാസത്താൽ യേശുവിന്റെ രക്തം, യേശുവിന്റെ ശരീരം. അന്ന് പറഞ്ഞതാ, നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എന്റെ ശരീരം, ഒഴുകുന്ന എന്റെ രക്തം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുകയും. ഈ കർത്തൃമേശയുടെ ഗൗരവം ചിലർക്കറിയാൻ മേല. നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. നമ്മളതിനാ കർത്തൃമേശ നടത്തുന്നത്. കർത്തൃമേശയുടെ ഗൗരവം നമുക്കറിയാമെങ്കിൽ ഞാൻ റിമൈൻഡ് ചെയ്യുക. അവര് ഇത് കഴിച്ചില്ലെങ്കിൽ അവർക്കൊരു പരിപാടിയില്ല, കൊണ്ടുപോകത്തില്ല അവരെ. നമ്മൾ ഈ കർത്തൃമേശ കഴിച്ചില്ല എങ്കിൽ നമുക്ക് പങ്കില്ല. കർത്തൃമേശയിൽ വിശുദ്ധിയോടും പൂർണ്ണതയോടും കർത്തൃമേശയിൽ പങ്കെടുക്കുക. അങ്ങോട്ട് പുറപ്പെടാൻ ഏതെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ദൈവദാസൻ ഓർപ്പിക്കുമ്പോൾ അത് ഏറ്റു പറഞ്ഞിട്ട് പങ്കെടുക്കുക. അതിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോകരുത്, പോകാൻ പാടില്ല. രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ കൽപ്പന ജീവിക്കുന്ന ഒരു പുതിയ നിയമ വിശ്വാസിക്ക് കൂടി വരുന്ന സഭയിലെ കർത്തൃമേശയിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ സിസ്റ്റമില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിരക്കണം.
5, 6 അത് ഒന്നുകൂടെ വായിക്കാം. 12:8. അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം. കയ്പ് ചീരയോടുകൂടി അത് തിന്നണം. ഇതെങ്ങനെ കഴിക്കേണ്ടതെന്നറിയാവോ? എങ്ങനെയാ? പട്ടയും മസാലയും എണ്ണയിട്ട് കടുക് വറുത്തതെല്ലാം ഉരുട്ടി അടിക്കാനല്ല പറഞ്ഞത്. ഇതെങ്ങനെയാ? കയ്പ് ചീര, ബിറ്റർ ടേസ്റ്റ്. അല്ലെ തിന്നാൻ എളുപ്പമാ, ഇറച്ചിയല്ലേ അടിക്കാം. ഇതങ്ങനെ കഴിക്കാനുള്ളതല്ല. ഇത് കയ്പ് ചീരയുണ്ട്, പ്രത്യേക ബിറ്റർ ചോയുണ്ടാകുന്ന ഒരു ചീരയുണ്ട്. അതിട്ട മുഴുവൻ കഴിക്കും. ഈ പലസ്തീനുള്ളതാ. അത് ചെന്നിനായകത്തിന്റെ 4 ഇരട്ടി കയ്പാ. അതിട്ട് വേണം അടിക്കാൻ. അല്ലാതെ നമ്മളെ ഇറച്ചി കറി വെക്കുന്നില്ല, ഗ്രാമ്പൂവും മസാല ഇട്ട് എണ്ണ ഇഷ്ടം പോലെ അടിച്ചിട്ട് കടുവിട്ട് വറുത്ത് അതിനോട് സർവ്വസുഗന്ധി ഇലയും കൂടി ഇട്ട് അടിക്കാനല്ല. ഇത് കയ്പ. എന്താണെന്നറിയാം? അവർക്ക് ആ കയ്പ്, നമുക്കോ? യോഹന്നാൻ 16:33 വായിച്ചു. നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ. ദൈവമക്കളെ, വളരെ കാര്യമാണ് ചിന്തിക്കേണ്ട കാര്യമാണ്. ഇന്ന് അന്ത്യകാലമാ. വചനവിരുദ്ധമായ നിരവധി ചിന്തകളും ധാരകളും വരുന്ന കാലമാ. ക്രിസ്തുവിലായാൽ നമ്മൾ പുതിയ സൃഷ്ടിയാണെങ്കിലും നമുക്ക് കഷ്ടമുണ്ട്. അപ്പോസ്തലൻ പൗലോസ് എന്നാ പറഞ്ഞേ? ഇങ്ങനെ നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. കർത്താവ് എന്താ പറഞ്ഞത് ശിഷ്യന്മാരുടെ? നിങ്ങളാകുന്നു എന്റെ കഷ്ടങ്ങളിൽ എന്നോടുകൂടെ നിന്നവർ. എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് തരും. പാപം ചെയ്തിട്ടല്ല കഷ്ടത, ഇതൊരു കഷ്ടത. അഫ്ലിക്ഷൻ ഈസ് നോട്ട് എ കേഴ്സ്, ഇറ്റ് ഈസ് എ കോഴ്സ്. പാപം ചെയ്തിട്ടില്ല, അതൊരു സിസ്റ്റമാണ്. കർത്താവിന്റെ ദാസൻ ബൈക്ക് ഓടിക്കുമ്പോ പൂർണ്ണ ഗർഭിണിയായ സഹോദരി കുഞ്ഞും ഒരു വണ്ടിയുടെ അടിയിലോട്ട് ചെന്ന് വീണു. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ, അനേകരെ കർത്താവ് നേടുന്ന കർത്തദാസനായി ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ സഹോദരി ഗർഭിണി, പ്രസവിക്കാറായി എന്ന് പറഞ്ഞവർ ഞാൻ അതിശയിച്ചു പോയി. ബാംഗ്ലൂരിലാണെന്ന് പറയുന്നു. ഒരു വണ്ടിയുടെ അടിയിലോട്ട് കയറിപ്പോയി. വേണേ നാട്ടുകാർക്ക് ചോദിക്കാൻ വിടാം, നീ വിശ്വാസിയായിട്ട് നിനക്കെന്നെ എങ്ങനെ വന്നു? പാടില്ല, വിശ്വാസിക്കത് ഉണ്ടാകും. അത് കേട്ട് ആരും ഭയപ്പെടരുത്. ചിലര് പഠിപ്പിക്കും, ഇങ്ങോട്ട് വന്ന കഷ്ടതയില്ല, രോഗമില്ല, ആപത്തില്ല, അപകടമില്ല, ഒന്നുമില്ല, സുഖം സുഖം സർവ്വസുഖം. അത് തിരുവചനം പഠിപ്പിക്കുന്നല്ല, അത് വചനവിരുദ്ധമാണ്. അത് മറ്റു രീതിയിൽ ദൈവമക്കളെ അതിന് കൃപയിൽ നിന്നും അകറ്റുന്നതാ. ലോകത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നത് നമ്മൾ കേൾക്കേണ്ടത്. ആരെയും വിമർശിക്കുകയല്ലേ ഞാൻ. എന്റെ പ്രിയൻ, നമ്മുടെ പ്രിയൻ പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഇംഗ്ലണ്ടിൽ വന്നിരിക്കുന്ന നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ കഷ്ടം കാണും. കാരണം അറിയാമോ? നിങ്ങളുടെ പാത ശരിയാ. യുവർ വേ ഈസ് കറക്റ്റ്, ദാറ്റ് ഈസ് റൈറ്റ്. നിങ്ങളുടെ പാത ശരിയാ. കഷ്ടം വരും, ഒരിക്കലും അതിനകത്ത് ബേജാറാകരുത്. അതൊക്കെ സാത്താൻ കൊണ്ടുവരും. നമ്മളെ വ്യതിരിപ്പിക്കാൻ പല പരിപാടി കൊണ്ടുവരും അവൻ. അപ്പൊ ഓർക്കട്ടെ, ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് എനിക്ക് എന്നാ കഷ്ടം. അന്നേരം ചെറിയവനായ ഞാൻ പറഞ്ഞു, ഈ വാക്ക് നിങ്ങൾ ഓർത്തോണം. കയ്പ് ചീരയോടെ അവർ കഴിച്ചതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരും. കഷ്ടങ്ങൾ വന്നാലുണ്ടല്ലോ പുറകെ ഉണ്ട് ഉത്തരവും കൃപയും ബലവും വിടുതലും ഉണ്ട്. അല്ല, കഷ്ടത്തിലിട്ട് ഉരുട്ടി തീർക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. പല കാര്യങ്ങൾക്കാ കഷ്ടം. നിഗളിക്കാതിരിക്കാൻ കഷ്ടം വേണം. തിരുവചനം പഠിക്കാൻ കഷ്ടം വേണം. നിന്റെ വചനം പഠിപ്പാൻ ഞാൻ കഷ്ടതയില്ലാതെ എനിക്ക് നന്നായി. പൗലോസ് പറയുന്നു, എനിക്ക് കഷ്ടം വന്നതുകൊണ്ട് മറ്റുള്ളവന്റെ കഷ്ടം എനിക്കറിയാം, ഞാൻ അവരെ ആശ്വസിപ്പിക്കും. ദൈവവചനത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ നമുക്ക് കഷ്ടം വേണം. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവിൻ. അപ്പോൾ ഈ 6ാമത്തെ കാര്യം എന്താണെന്നറിയാമോ? നമുക്ക് കഷ്ടം വന്നാൽ ആരും വിളിക്കരുത്, പുറപ്പാടാ, ക്ഷമിക്കരുത്. കയ്പ് ചീരയോടെ കഴിച്ചു. 7:12-11 വായിക്കാം. 12:11. അരകെട്ടിയും പാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നണം. ഇത് എങ്ങനെയാ? മാരിയാനിവേഴ്സറി ഘോഷിക്കുന്ന രീതിയിലല്ല ഭക്ഷിക്കേണ്ടത്. അല്ലെ, കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ പാർട്ടി പോലല്ല. ഇത് തിടുക്കത്തോടെ. എങ്ങനെയാ? ഹേസ്റ്റി. അതായത് അരകെട്ടി ചെരുപ്പിട്ട് റെഡിയായിരിക്കണം. നിങ്ങൾ പോകാൻ റെഡിയായിരിക്കുന്നത് കഴിക്കുമ്പോ. വാസ്തവത്തിൽ അത് കഴിഞ്ഞ് ഒരു 6 മണിക്കൂർ കഴിഞ്ഞ് അവർ പോയത്. ഈ സംഭവം 6 മണിക്കാ, സന്ധ്യാസമയത്താ. യഹൂദന്റെ സന്ധ്യ 6 മണിയാവിടെ. 6 മണിക്കാ സംഭവിച്ചത്. ഇവരെ പുറപ്പെട്ടത് 12 മണി കഴിഞ്ഞ രാത്രിയില തമ്പുരാൻ സന്ദർശിച്ചത്, സംഹാരദൂതം വന്നത്. അത് കഴിഞ്ഞ് എല്ലാത്തിനെ ഓടിച്ചു വിട്ടത് പറവാൻ. 6 മണിക്കൂർ മുമ്പ് പറയുക, ചെരുപ്പിട്ട് അരകെട്ട് റെഡി. അല്ലാതെ നമ്മൾ കല്യാണ പാർട്ടി നടത്തുന്ന പോലോ മരിയാനിവേഴ്സറിക്ക് ഏതെങ്കിലും റെസ്റ്റോറന്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന പോലെ അല്ല. എന്താണെന്നറിയാമോ? റോമർ 12:9 ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിലെരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. റോമർ 13:11 നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം എടുത്തിരിക്കുന്നു.
അപ്പൊ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് ഉണ്ടല്ലോ എപ്പോഴും ഒരു ത്രില്ലായിരിക്കണം, ഏതിനും നമ്മളെ നല്ല ആക്റ്റീവായിരിക്കണം. കർത്താവ് അതാ നോക്കുന്നത്, ആക്റ്റീവാണോ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരെ കർത്താവിനെ സേവിക്കുക. ആ വചനം നമുക്ക് തന്നിരിക്കുന്ന വചനത്തിന്റെ മർമ്മം ദൈവമക്കളെ നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാ. ക്രിസ്തീയ ജീവിതം എപ്പോഴും നമുക്ക്, അല്ലാതെ ചില ആളുകൾ കൊണ്ട് ഞായറാഴ്ച ഒരു ആരാധന തീർന്നു, അവൻ ആരാ കിട്ടിയിട്ടില്ല. ചിലർക്ക് ഞായറാഴ്ച പോകുന്നില്ല, അത് എരുപ്പുമില്ല. ചിലർ ആണ്ടിലൊന്നാ പോകുന്നു, അവന് വസ്ത്രം പൊലിഞ്ഞു പോയില്ല. ഇങ്ങനല്ല. അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കെ റെഡിയായിട്ട് പോകുന്നത് പോലെ നമ്മളെപ്പോഴും അവരെ പോലെ ആയിരിക്കണം. അപ്പോ അടുത്തത് 8:12-15 വായിച്ചേ. 12-15. 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. 1-ാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കണം. 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ ആരെങ്കിലും പുളിപ്പുള്ള അപ്പം തിന്നാൽ അവനെ ഇസ്രായേലിൽ നിന്നും ഛേദിച്ചു കളയും. അയ്യോ, എത്ര കട്ടിയായിട്ട് പറഞ്ഞറിയാമോ? ഇത് കഴിഞ്ഞാൽ ഒരൊറ്റ പുളിച്ച അപ്പം കാണാൻ പാടില്ല. ഫെർമെന്റ് ആയിട്ടുള്ളത് മുഴുവനെടുത്ത് ദൂരക്കളാം. നിങ്ങൾ വാഗ്ദത്ത നാട്ടിൽ പോകാൻ പോവുക, പഴയ പുളിപ്പെടുത്ത് ദൂരെ, അതുകൊണ്ട് നമ്മൾ പോകരുത്. ആ പുളിച്ച മാവ് എവരെയും കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഛേദിക്കാൻ, അടിക്കാൻ പറഞ്ഞാലും വേണ്ടിയല്ല, അവരെ തട്ടിയേക്കാനാവും. അത്ര ഗൗരവമാണ്. പുളിച്ച മാവ് ഒന്നും പാടില്ല, കംപ്ലീറ്റ് പുത്തനായിരിക്കണം. വായിക്കാം, നമുക്കെന്തുവാ? 1 Corinthians 5:7 വായിച്ചിട്ട് ഗലാത്യർ 4:10 വായിക്കാം. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ ചിഹ്നമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കി. നമ്മളും പഴയതെല്ലാം കളയണം. ഏതാ പഴയത്? ഗലാത്യർ 4:10 വായിച്ചേ. ഗലാത്യർ 4:10. നിങ്ങൾ മാസങ്ങളും ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ. നമ്മുടെ പുളിപ്പ് കസ്റ്റംസ്, അന്ധവിശ്വാസം, അനാചാരങ്ങൾ, വ്യർത്ഥമായ പിതൃപാരമ്പര്യങ്ങൾ, ഈ ചിന്താധാരകളെല്ലാം നമ്മൾ കളയണം. നമ്മുടെ ദൈവമക്കളുടെ വിശേഷം എന്താ? നമുക്ക് ഈ കസ്റ്റംസ് ഒന്നുമില്ല. നമ്മൾ രാഹുകാലം നോക്കത്തില്ല, അതും കർത്താവിന്റേതാ. നമ്മൾ ഗുളികകാലം നോക്കത്തില്ല, അതൊക്കെ കർത്താവിന്റേതാ. ചില പുള്ളികളുണ്ട് നോക്കുന്നവരുണ്ട്, ഒരു ടെക്നിക്ക് ഇറക്കവര്. എന്നാന്നറിയാവോ? തിങ്കളാഴ്ച മകന്റെ കല്യാണം, ദേവദാസനെ അളിയൻ വരാനുണ്ട്, 9:30 വന്നാൽ മതി. എന്നാന്നറിയാവോ? അളിയൻ വരാനില്ല, മറ്റേ സൂത്രം 9 മണി വരെ അവൻ നോക്കിയപ്പം. നമുക്കിതൊന്നുമില്ല. നോക്കിക്ക് എത്ര ശക്തമായിട്ടാ പറയുന്നത്, പുളിപ്പുള്ളവനെ ഛേദിക്കാൻ. ഈ സഭകളിലുണ്ടല്ലോ, കർത്താവ് സഭ ശുദ്ധീകരിക്കും. ദൈവദാസനല്ല ശുദ്ധീകരിക്കുന്നത്, സഭ ശുദ്ധീകരിക്കും. കാരണം അല്പം പുളിപ്പ് കിടന്നല്ല, പിണ്ടം മുഴുവൻ പുളിച്ചു പോകും. ഒരു പുളിപ്പ് കിടന്നാൽ മുഴുവൻ പോയി, ഇതങ്ങോട്ട് പെനട്രേറ്റ് ചെയ്യും. അപ്പം ഒരു പുള്ളി പുളിപ്പുമായിട്ട് ഇരുന്നാൽ കർത്താവ് മാക്സിമം നോക്കുവനെ ഗുണം പിടിപ്പിക്കാൻ. ഇവൻ പിന്നെയും പുളിപ്പ് വെച്ചോണ്ടിരുന്നാൽ കർത്താവിന് ആ ഒരെണ്ണത്തിനേക്കാൾ വേണ്ടതാണെന്നറിയാവോ? മറ്റതിനെ. അപ്പൊ ഇവനെ കൊല്ലുകയല്ല, ബൈബിൾ പഠിപ്പിക്കുക, ഇവനെ പിശാചിനോട് കൊടുക്കും, നീ ഒന്ന് അടിച്ചു നിൽക്കാൻ, സാത്താൻ ഏൽപ്പിക്കുമെന്ന്. ഒരു പുളിപ്പും പാടില്ല. പുതിയ നിയമ വിശ്വാസികൾ ദൈവഭക്തിയിലും വചനത്തിലും മാത്രം നിൽക്കണം. മുകളിലോട്ട് വരാം. 9-ാമത്തെ കാര്യം വായിക്കാം. 12:22. ഈസോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി, കിണ്ണത്തിലുള്ള രക്തം കുറുമ്പടിമേലും കട്ടളക്കാൽ 2-ന്മേലും തേക്കണം. ബ്രഷ് കൊണ്ടല്ല ഇത് തേക്കേണ്ടത്, കൈ കൊണ്ട് തൂത്ത് വരെ തേക്കാനല്ല പറഞ്ഞത്, തുണി കൊണ്ട് തൂക്കാനല്ല പറഞ്ഞത്. ഹൈസോ പ്ലാന്റിന്റെ തണ്ടെടുക്കണം, ഈ സോപ്പ് ചെടി, അതെടുത്ത് മുക്കാവുള്ളൂ. ലോകത്തിലെ ഈ പ്ലാന്റ് കിങ്ഡം പഠിക്കുമ്പോൾ കാണാം, ഐസു പ്ലാന്റിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. ഈ സോപ്പ് ചെടിക്ക് അത് ഈ മണ്ണിൽ നിന്നൊന്നും എടുക്കത്തില്ല. മണ്ണിൽ നട്ടാൽ ഈ സോപ്പ് ചെടി കിളുക്കത്തില്ല. ഇത് പാറയുടെ ഇടയിൽ മാത്രമേ കിളുക്കത്തുള്ളൂ. ശാസ്ത്രലോകത്തിൽ നിന്നും അതിശയമാണ് ഈ പാറയ്ക്കകത്തെ മിനറലും വെള്ളവും ഇത് വലിച്ചെടുക്കുന്നത്. എങ്ങനെയാണെന്ന് അറിയാൻ മേല. പാറയുടെ പിളർപ്പിലാണ് അത് കിളക്കുന്നത്. ഈ മണ്ണിലെ ഒന്നുമായിട്ട് അതിന് വേണ്ട. പാറയുടെ പിളർപ്പിൽ നിന്നും പാറയ്ക്കകത്തെ വെള്ളം ദൈവിക പരിപാടിയാ, വലിച്ചെടുത്തത് വളരുന്നു. അവർക്ക് പറഞ്ഞത് ബ്രഷ് കൊണ്ട് അടിക്കാനല്ല, 4-5 ബ്രഷ് പിടിച്ചൊക്കെ തകർക്കാനല്ല പറഞ്ഞത്. സ്തോത്രം. അത് അത്ര കൃത്യമായിട്ട് പറഞ്ഞ. ഇന്നത്തെ ലോകത്തിലാണ് ഇന്നത്തെ മിടുക്കന്മാര് മെക്കാനിക്കൽ ബ്രഷ് ഉണ്ടെന്ന് ഉരുട്ടി ഒറ്റ ഉരുട്ടി മുഴുവൻ തീരും. ഐസോപ്പ് ചെടി മാത്രം എടുത്തോണം.
എങ്കിൽ നമുക്ക് 119 സങ്കീർത്തനം 105 വാക്യമാണ് നമ്മുടെ ഐശ്വര്യടി. ഇതെല്ലാം ചെയ്യേണ്ടത് ഏതാണ്? നിന്റെ വചനം എന്റെ കാലിന് ദീപവും. ദൈവമക്കളെ, നമ്മുടെ ഫോർമാറ്റ് ദൈവവചനം മാത്രം, വേറൊന്നുമില്ല. വചനം മാത്രം. ദൈവത്തിന്റെ വചനം ജീവനും ശക്തിയുമുള്ളതും ഇരുവായ്ത്തയുടെ ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നതുമായ ആ വചനമാണ് നമ്മുടെ ഫോർമാറ്റ്. തിരുവചനം ജീവിതത്തിന്റെ സകല കാര്യങ്ങൾക്കും വചനമായിരിക്കണം. അതാ 9, 10, 12, 29. അർദ്ധരാത്രിയിലോ സിംഹാസനത്തിലിരുന്ന ഫറവോന്റെ ആദ്യജാതൻ മുതൽ കുണ്ടറയിൽ കിടന്ന തടവുകാരന്റെ ആദ്യജാതൻ വരെയും മിസ്രൈം ദേശത്തിലെ ആദ്യജാതന്മാരെയും മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയും എല്ലാം യഹോവ ഈജിപ്ത് ശാപം കൊണ്ട് നിറഞ്ഞു. കന്നുകാലി മുതൽ ഫറവോന്റെ മകൻ വരെ മരിച്ചു. മാസ് ഡെത്ത്. അവർ പുറപ്പെട്ടപ്പോൾ മാസ് ഡെത്ത്. നമ്മൾ പുറപ്പെടുമ്പോൾ ഈ ഭൂമിയിൽ മാസ് ഡെത്ത്. നാളെ നമ്മൾ റപ്ചർ ചിന്തിക്കും. കർത്താവ് ചോദിച്ചാൽ നമ്മൾ പുറപ്പെടുമ്പോൾ, ഞാൻ ഉദാഹരണം പറയാം, ഒരു 625 കോടി ജനം ഈ ഭൂമിയിലുണ്ട് എങ്കിൽ വെറും ഒരു കണക്കാ എടുക്കരുതാലും. അങ്ങനെ ഞാൻ ഉദാഹരണം പറയാം, ഒരു 100 കോടി ദൈവമക്കൾ ലോകത്തിലെ 194 രാജ്യത്ത് നിന്ന് എടുക്കപ്പെട്ടു. ബാക്കി 625 കോടി, ഒരു 200 കോടി ആക്സിഡന്റിൽ ഇവിടെ ചത്തു കിടക്കും. മിനിമം ശവം കൊണ്ട് പെരുകും. അങ്ങനെ ആന്റിക്രൈസ്റ്റ് കയറി വരാൻ പോകുന്നു. നാളെ ആദ്യം ഉണ്ടാവും. നോക്കിക്കേ, അവര് പോയപ്പോ മാസ് ഡെത്ത്, സംഹാരദൂതൻ. നമ്മൾ പോകുമ്പോൾ സംഹാരദൂതൻ മാസ് ഡെത്ത്. 10 സാമ്യം. പുറപ്പാട് നമ്മുടെ പുറപ്പാട്. ഇനി അടുത്തൊരു 10 നമുക്ക് നോക്കാം. അടുത്ത 2 10 നോക്കിയിട്ട് നമുക്ക് റാപ്ചറിനെ സംബന്ധിച്ച് നാളെ എടുക്കാം. ബാക്കി കാര്യങ്ങൾ എടുക്കാം നമുക്ക് ഇനിയുള്ള സമയം. 10 കാര്യം വചനപ്രകാരം കർത്താവിന്റെ വരവിൽ ആരെടുക്കപ്പെടും? എല്ലാവരും പറയും ആമീൻ കർത്താവേ വേഗം വരണമേ എന്ന് എല്ലാ ക്രൈസ്തവരും പറയും. വളരെ നല്ലത്, എല്ലാവരും എടുക്കപ്പെടണമെന്ന എന്റെ ആഗ്രഹം. എന്നാൽ 10 ക്വാളിഫിക്കേഷൻ ഇല്ലാത്തൊരു പോവുകയില്ല. ഇവിടെ നിങ്ങൾ വന്നപ്പോ എന്തെല്ലാം ക്വാളിഫിക്കേഷൻ വേണം? ഇംഗ്ലണ്ടിൽ പണി കിട്ടണമെങ്കിൽ എന്തെല്ലാം ക്വാളിഫിക്കേഷൻ? കേരളത്തിൽ ഒരു ഇന്റർവ്യൂവിന് എന്തെല്ലാം ചോദിക്കുമെന്നറിയോ? എന്തെല്ലാം ക്വാളിഫിക്കേഷനാണ്. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ പോകാനും ക്വാളിഫിക്കേഷൻ വേണം. അത് ബൈബിൾ പഠിപ്പിക്കുന്നത് മിനിമം 10 ക്വാളിഫിക്കേഷനാണ്. 1, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം നിങ്ങൾക്ക് അറിയാം. എങ്കിലും ഞാൻ എന്റെ ദൗത്യത്തിൽപ്പെട്ടത് ഇത് പറയുക എന്നുള്ളത്. അതുകൊണ്ട് പറയുന്നതാ, ഇതെന്റെ ചുമതലയാ. യേശുവിനോട് നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. എന്നോട് ഒരിക്കലും അച്ചായൻ പറഞ്ഞു, അതിന് സ്നാനപ്പെടണം രക്ഷിക്കപ്പെടണം നിർബന്ധമല്ല. ഞാൻ പറഞ്ഞു സ്വർഗരാജ്യത്തിൽ പോകാൻ വീണ്ടും ജനിക്കണം. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്നോട് പറഞ്ഞു എന്റെ കണക്കൂട്ടൽ അനുസരിച്ച് ഞാൻ ഇതിനോടകം ചെയ്തിരിക്കുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ എന്നെ സ്വർഗം മൊത്തിയെടുത്തോണ്ട് പോകുന്നു. കാരണം അത്ര പണം ചെലവാക്കി പല പരിപാടികൾ ഈ ലോകത്തിൽ ചെയ്തിട്ടുണ്ട് പുള്ളി. ക്രൈസ്തവ പേര് നമ്മളോട് വിശദീകരിച്ചാലെ ഹർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പുള്ളി കഷ്ടമായിട്ട് ചെയ്ത് ഒത്തിരി നല്ല കാര്യങ്ങളെന്ന് തോന്നുന്നതെല്ലാം പറഞ്ഞു. അതെ, കരിമരുന്ന് പ്രയോഗം മുതൽ ഫ്രീ ആയിട്ട് മെഡിക്കൽ സർവീസ് നടത്തിയത് വരെ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളവനാ. കരിമരുന്ന് പ്രയോഗം ഞാൻ നടത്തിയിട്ടുണ്ട് പ്രത്യേക സ്ഥലത്ത് എന്റെ കാശിൽ. പിന്നെ മെഡിക്കൽ ക്യാമ്പ് എത്ര എണ്ണം നടത്തിയെന്നറിയാവോ? ഫ്രീ. എന്റെ കാശ് കൊടുത്ത ഡോക്ടേഴ്സിനെ വരുത്തി പാപങ്ങളെ ചെയ്ത്. ഇത് കണ്ടിട്ട് എന്റെ കർത്താവ് മേലോട്ട് കൊണ്ടുപോകുകയില്ലേ? അതന്നെ ഒരു കൺസിഡറേഷൻ ഈ കാര്യത്തിൽ തരത്തില്ലേ? അദ്ദേഹം ഞാൻ അതിനോട് ഉത്തരവാ പറയാൻ പോകുന്നത്. രാത്രിയിൽ നിക്കോദിമോസ് യേശുവിനെ കാണാൻ വന്നു. നിക്കോദിമോസ് യഹൂദന്മാരുടെ സ്പിരിച്വൽ അഡ്വൈസറാണ്. അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ അവിടുത്തെ തിയോളജി കോളേജിലെ പ്രൊഫസറാണ്. നിക്കോദിമോസ് വരുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണമേ, യേശു ദൈവം. ഒരു മനുഷ്യൻ വരുമ്പോഴേ മുഴുവൻ അറിയാം. അത്തിയുടെ കീഴിലിരുന്ന ഒരു പുള്ളിയെ കണ്ട ചെന്നാ പറഞ്ഞെന്നറിയാവോ? ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല. ഹൃദയങ്ങളെ അന്തരേന്ദ്രിയങ്ങളെ എല്ലാം സ്കാൻ ചെയ്യുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. അപ്പൊ ഈ നിക്കോദിമോസ് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ കർത്താവിന് ഒരു കാര്യം അറിയാം. ഇവൻ തനിക്ക് വേണ്ടി ഒരു വൻ കാര്യം ചെയ്യാനുള്ളവനാണ്. കർത്താവിനറിയാം മുൻനിർണയം, ദൈവീക നിർണയത്താൽ യേശുവിനൊരു കാര്യം അറിയാം. എനിക്ക് വേണ്ടി ഇവനൊരു വലിയ കാര്യം ചെയ്യും.
എന്റെ ക്രൂശിൽ കിടക്കുന്ന എന്റെ ശരീരം ഇവനാ ഇറക്കാൻ പോകുന്നത്. ഇവനും കൗൺസിലർ ജോസഫും കൂടി വേണം ഇറക്കാൻ. ഈ ക്രൂശിന് ശരീരം ഇറക്കുക എന്ന് പറയുന്നത് വളരെ ആയാസകരമായ ഒരു ജോലിയാണ്. ക്രൂശ് ഒരു ക്ഷതം വരുത്താനൊക്കത്തില്ല. ക്രൂശ് റോമൻ ഗവൺമെന്റിന്റേതാണ്. സാധാരണഗതിയിൽ അത് തൊടാനോ ബോഡി ഇറക്കാനോ അനുവാദമില്ല. അത് അവിടെ കിടന്ന് ഞാൻ മുൻപ് നേരത്തെ പറഞ്ഞിരുന്നത് പോലെ കഴുകൻ കൊത്തി ഇരുന്ന് താഴെ വീണ് പോകണം. എന്നാൽ ധൈര്യത്തോടു കൂടി ചെന്നാണ് ഈ കൗൺസിലർ ചോദിച്ചത്. മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ശ്രേഷ്ഠ മന്ത്രി, പലരും ധരിച്ചിരിക്കുന്ന മന്ത്രിസഭയിലെ അംഗമാണ്. അല്ല, അദ്ദേഹം യഹൂദന്മാരുടെ 70 അംഗങ്ങളുള്ള കൗൺസിലർ മെമ്പർ, പൊളിറ്റിക്കൽ ലീഡർ അല്ല, സ്പിരിച്വൽ ലീഡറാ. ധൈര്യത്തോടെ അതിന് ചോദിച്ചത്. അപ്പം വരുന്നവരോ കാണാമെന്ന് പറഞ്ഞത് തന്നെയല്ല, അദ്ദേഹത്തിന് മനസ്സിലായി ഒരു കമ്പാഷനേറ്റ് ഗ്രൗണ്ട് ഉണ്ട് പീലാത്തോസിന് യേശുവിന്റെ മേൽ. അതുകൊണ്ട് അച്ഛന് ചോദിച്ചു, ഞാൻ ആ ബോഡി എടുത്തോട്ടെ? ഉടനെ മരിച്ചോ? പുള്ളിയോ? അദ്ദേഹം മരിക്കത്തില്ലെന്നാ. മരിച്ചു, എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും കൂടെ ബോഡി എടുത്തവർ. ശ്രദ്ധിക്കണം, 33.5 വയസ്സ് പ്രായമുള്ള ഒരു യുവാവായ യേശുവിന്റെ ബോഡി. ആ ബോഡി ഇറക്കണമെങ്കിൽ ഓടിച്ചെന്ന് ആണി ഊരാൻ ഒക്കത്തില്ല. ആ മേളിൽ ചെന്ന് ആണി ഊരുമ്പോ ഒരാളെ കെട്ടിപ്പിടിക്കണം, അല്ലെ ബോഡി താഴോട്ട് പോകും. രണ്ടാമത്തെ ആണി ഊരുമ്പോ അതിനൊക്കെ ആയാസമാ, എല്ലാം കൂടെ കന്നു വീഴും. കെട്ടിപ്പിടിച്ച് മൂന്നാമത്തെ ആണി കൊണ്ട് ഊരി താഴെ ഇറക്കി 50 കിലോ വെയിറ്റുള്ള പ്ലാസ്റ്റർ ഓഫ് പാരീസ് പോലുള്ള ഒരു ലേപനം കൊണ്ട് പൊതിഞ്ഞു കൊണ്ടുപോയി ജോസഫിന്റെ കല്ലറ വെച്ച് ഇവർ രണ്ടുപേരുക. അങ്ങനെ ചെയ്യാനുള്ള ആളായി വരുന്നത്. നമ്മളിവിടെ മനുഷ്യരായ നമ്മൾ നിൽക്കുമ്പോ നമ്മളെ ഒന്ന് കർത്താവ് പറയും, കേടാ നീ മരിക്കുമ്പം നിന്റെ പെട്ടി പിടിക്കുന്ന പുള്ളി ആ നിൽക്കുന്ന പറഞ്ഞാൽ നമുക്ക് എന്നാ ബഹുമാനം. അപ്പൊ യേശുവിനറിയാം ഈ വരുന്നതാരാ, എന്റെ ഈ ഭൗതിക ശരീരം സംസ്കരിക്കാൻ ഇത്ര റിസ്ക് എടുക്കുന്നയാളാ. അതും റിസ്കാ. യഹൂദന്മാരുടെ ഉപദേഷ്ടാവാ. നാടൻ ഭാഷ പറഞ്ഞ അവന്റെ പണി പിറ്റേ ദിവസം പോകും. കാരണം മഹാപുരോഹിതന്മാരായവനെ ക്രൂശിച്ചിരിക്കുന്നു. ആ ക്രൂശിച്ച ശരീരം എടുക്കാൻ സിസ്റ്റം ഇല്ലാത്തടത്ത് പോയി ധൈര്യത്തോടെ എടുത്തു. അപ്പോൾ ജോലിക്ക് വരെ റിസ്കാ. എങ്കിലും പുള്ളി ചെയ്തു. അങ്ങനെ ഒരുത്തിന് മുമ്പിൽ വന്ന് നിൽക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ നല്ല കാര്യമാണ്, ഗുരു നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് എനിക്കറിയാം. ഇല്ല, നീ ഈ കാര്യം ചെയ്യത്തില്ല. ഉടനെ കർത്താവ് പറഞ്ഞ വെരി ഗുഡ്, നീ മിടുക്കൻ, നീ എന്റെ കൂടെ അങ്ങ് വരുമെന്നല്ല പറഞ്ഞത്. കാര്യമൊക്കെ മിടുക്കനാ, നീ നല്ലവനാ, പ്രൊഫസറാ, സംഗതി ചെയ്ത് എന്റെ ബോഡി കിടക്കും. പക്ഷേ ഇതൊക്കെ നല്ല കാര്യമാ, സൽപ്രവൃത്തിയാ, സ്വർഗത്തിൽ നമുക്ക് സമ്മാന. പക്ഷെ അവിടെ പറഞ്ഞത് നീ വീണ്ടും ജനിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തി സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒന്നാമത്തെ പ്രോസ് വീണ്ടും ജനിക്കണം. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാം രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്. എനിക്കറിയാം. നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവരോടൊന്ന് പറയാനാ ഈ രക്ഷിക്കപ്പെട്ട എങ്ങനെയാ സ്വർഗത്തിൽ പോകുന്നത്. ഇവിടെ ഇരിക്കുന്നവർക്കുള്ള അതിനാ മറ്റുള്ളവരോട് പറയാൻ മനസ്സിലാക്കുക. എന്തിനായി വീണ്ടും ജനിക്കുന്നത് പറയാനാ, പുറമേ ജനിച്ചതല്ല, അകമേ. ഞാൻ വിശദീകരണത്തിലേക്ക് ഞാൻ വരുന്നില്ല, നമ്മുടെ സമയം പോകും. രണ്ടാമത്തെ കാര്യമാണ് ആ വീണ്ടും ജനിക്കുക, മാനസാന്തരം. രണ്ടാമത്തേതാണ് നമ്മൾ അനുഷ്ഠിച്ചത്. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യം, യേശുവിനോട് ചേരാൻ സ്നാനമേറ്റു. പെന്തിക്കോസിൽ ചേരാനല്ല, ലണ്ടൻ പെന്തക്കോസ്ത് ചർച്ചിൽ ചേരാനല്ല, ലൈഫിൽ ചേരാനല്ല, ചർച്ചക്കൂടി ചേരാനല്ല, യേശുവിനോട് ചേരാനാണ്. എല്ലാവരും സ്നാനപ്പെട്ടവരാണല്ലോ, അല്ലെ? വിശ്വസിക്കുന്ന ഞാൻ സ്നാനപ്പെടാതെ ആരെങ്കിലും ഉണ്ട് കര ഉയർത്തണം. ആരില്ല, പിന്നെ പറയേണ്ട കാര്യമില്ല. എങ്കിലും പറയുക, യേശുവിനോട് ചേരാനാണ് സ്നാനം. ഇറ്റ് ഈസ് എ മസ്റ്റ്. പിന്നെ അതിന്റെ വിധങ്ങളൊക്കെ കർത്താദാസം പറഞ്ഞ് നമുക്ക് അതിനെ പോകണ്ട. മൂന്നാമത്തെ കാര്യം എന്നാണെന്നറിയാവോ? പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ കാര്യം യേശുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടിട്ട് അതിലേറെ പോകാനല്ല. 2 കൊരിന്ത്യർ 5:17 വായിച്ച്. 2 കൊരിന്ത്യർ 5:17. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. പിന്നെ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാവോ? പുതിയ സൃഷ്ടി. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പുതിയ സൃഷ്ടിയായിട്ട് തന്നെ ജീവിക്കണം. ഏതെങ്കിലും ഒരു ദിവസം വെള്ളത്തിൽ നിമജ്ജനം ചെയ്തെടുത്ത് അനുഗ്രഹിച്ച് വിട്ടത് കൊണ്ട് നമ്മുടെ ജീവിതം പൂർണ്ണമായില്ല. പിന്നെ പഴയതിൽ അനാത്മീയമായിട്ടുള്ള മുഴുവൻ കട്ട് ഓഫ് ചെയ്യണം. അനാത്മീയ ബന്ധങ്ങൾ, അനാത്മീയ സ്വഭാവം, അനാത്മീയ ജീവിത രീതികൾ, ജഡത്തിന്റെ അതിരാഗങ്ങൾ, ഇത് മുഴുവൻ കട്ട് ഓഫ് ചെയ്തില്ലെങ്കിൽ പുതിയ സൃഷ്ടിയാകത്തില്ല. സ്നാനം ഇസ് ബെസ്റ്റ്. വിവാഹം നല്ലതാ. അതിനേക്കാൾ പ്രശസ്തമല്ലെന്നറിയാവോ? വിവാഹ ജീവിതമാണ്. വിവാഹം നല്ലതാ. വിവാഹം വിജയിക്കണമെങ്കിൽ വിവാഹ ജീവിതം. ഇതുപോലെ സ്നാനത്തിന്റെ റിസൾട്ട്. മൂന്നാമത്തെ കാര്യം, പുതിയ സൃഷ്ടിയായിരിക്കണം നമ്മളെല്ലാം. അമേരിക്ക പോയാലും ഇംഗ്ലണ്ടിൽ വന്നാലും ഇന്ത്യയിലായാലും നമ്മൾ സ്നാനപ്പെട്ടവർ പുതിയ സൃഷ്ടിയായിരിക്കണം.
അത് നമ്മുടെ ക്യാരക്ടർ കാണിക്കണം. നാലാമത്തെ കാര്യം, സ്വർഗത്തിന് നമ്മളെ കുറിച്ചൊരു ക്ലെയിം വേണം. 1 കൊരിന്ത്യർ 15:23. 1 കൊരിന്ത്യർ 15:23 ഒന്ന് വായിച്ച്. ആദ്യ ഫലം ക്രിസ്തു, ഒരു ക്ലെയിം വേണം. നിങ്ങൾക്കൊക്കെ ഇൻഷുറൻസ് ഉണ്ട്, വണ്ടിക്കുണ്ട്, ബോഡി ഇൻഷുറൻസ് ഉണ്ട്, എല്ലാത്തിനും ഇൻഷുറൻസ് ഉണ്ട് അല്ലേ? ഇൻഷുറൻസ് പോളിസി എടുത്തോണ്ടായില്ല, പ്രീമിയം അടയ്ക്കണം. ഇല്ല, ക്ലെയിം ഇല്ല. പ്രീമിയം അടയ്ക്കാൻ ഡേറ്റ് പോയാൽ പോയി. അപ്പോൾ പുതിയ സൃഷ്ടിയായാൽ ഈ ക്ലെയിം നിലനിൽക്കണമെങ്കിൽ അനുദിനം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന, കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന താലത്തെ അങ്ങോട്ട് ചെയ്യുമ്പോൾ ക്ലെയിമാണ്. ഇവിടെ ഇരിക്കുന്നവരെ വെറുതെ ആരെയും വിട്ടിട്ടില്ല. അവനവന്റെ പ്രാപ്തിക്ക് തക്കവണ്ണേ കർത്താവ് തരത്തുള്ളൂ. 10 കൊടുക്കുന്നവൻ മിടുക്കനായിട്ടും 5 കൊടുക്കുന്നവൻ മോശമായിട്ടും അല്ല. അവിടെ വാക്കുണ്ട്, അവനവന്റെ പ്രാപ്തിക്ക് തക്കവണ്ണം. പ്രസംഗിക്കാൻ കൃപയുള്ളൂ പ്രസംഗിക്കുന്നത്, പാടാൻ കൃപയുള്ളതാണ് പാടാൻ, വായിക്കാൻ കൃപയുള്ളതാണ് വായിക്കാൻ. വായിക്കാൻ കൃപയില്ലാത്തൊരു വായിച്ചാൽ എങ്ങനെ ഇരിക്കും? പണ്ടൊരു കല്യാണം നടന്ന സംഭവം ഞാൻ കേട്ടു. കല്യാണം നടത്തേണ്ടത് സഭയിലെ അധ്യക്ഷനാണ്, എറണാകുളത്താ. അദ്ദേഹത്തിന് വരാനൊക്കെ സമയമില്ല. രാവിലെ ഒരു ടെലിഗ്രാം കൊടുത്ത് വരാനൊക്കത്തില്ല. പിന്നെ പകരം ഒരാളിനെ അദ്ദേഹം കല്യാണം നടത്തി. കല്യാണം എല്ലാം നടത്തി റിസപ്ഷനിൽ ഇരിക്കുമ്പോൾ അവിടുന്ന് അധ്യക്ഷൻ ഒരു മെസ്സേജ് അയച്ചു. വിവരമുള്ള താല്പര്യത്തോടെ വൈകിക്കൂടെ എന്നെ നഗരത്തിൽ വിളിച്ച് പറഞ്ഞു, നമ്മുടെ ബഹുമാനപ്പെട്ട ഇനി അത് വന്നില്ലെങ്കിലും തിരുമേനി ഒരു സന്ദേശം അയച്ചിട്ടുണ്ട് മണവാളനും മണവാട്ടിക്കും അത് എന്ന് പറഞ്ഞു. പറഞ്ഞേ ആരോ പറഞ്ഞത് വായിക്കണമെന്ന് പറഞ്ഞത് ഇംഗ്ലീഷിൽ വായിച്ചതല്ല. ബെസ്റ്റ് വിഷസ് ഫോർ ദ ലോങ് ആൻഡ് ഹാപ്പി മാരീഡ് ലൈഫ് എന്നതിന്റെ അടിയിൽ റീഡ് 1 John 4:18 എന്ന് യോഹന്നാൻ 4:18 വായിക്കാൻ പറഞ്ഞു. ഉടനെ പറഞ്ഞു അതിവിടെ വായിപ്പിക്കണം. കുറച്ച് പേര് ചെറിയ വെള്ളമൊക്കെ അടിച്ചിരിക്കുക താഴെ കല്യാണം. ബൈബിളില്ലാതെ പിന്നെ എവിടെ നിന്നാ വായിക്കുന്നത്? ബൈബിളില്ല, ഒരെണ്ണത്തിന്റെ ബൈബിളില്ല. ഉടനെ ആരും ഒരു വയസ്സന് ഉപദേശിച്ചിരിക്കൊണ്ട് പുള്ളി ഇങ്ങനെ പൊക്കി പിടിച്ച് കാണിച്ച് എന്റെ ഉണ്ടെന്ന്. അപ്പോൾ എടുത്ത് വായിക്കാൻ പറഞ്ഞു. ഉടനെ അപ്പുറത്തെ ഓഡിയൻസ് കുറച്ച് പേര് പറഞ്ഞു, ഇല്ല മണവാളൻ അയച്ചതല്ലേ തിരുമേനി, അത് മണവാളൻ തന്നെ വായിക്കട്ടെ. മണവാളന്റെ ബൈബിൾ കൊടുത്തു. റീഡ് 1 John 4:18. കല്യാണം കഴിഞ്ഞ് 5 മിനിറ്റേ ആയുള്ളൂ. പുള്ളി വായിച്ചതാ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യം എടുത്ത് വായിച്ചു. 5 ഭർത്താക്കന്മാർ നിനക്കൊണ്ട് ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. അദ്ദേഹം എഴുതി കിട്ടുന്നു 1 യോഹന്നാൻ 4:18 എന്താ? തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. നിങ്ങളുടെ ലൈഫ് അവരുടെ ജീവിതത്തിന് കൊടുത്ത സന്ദേശമാണ്. അങ്ങോട്ടും ഇങ്ങോട്ട് സ്നേഹിച്ചാൽ ഭയം പോകും. ഈ പുള്ളിക്കാരൻ യോഹന്നാൻ അറിയാവോ, യോഹന്നാന്റെ ലേഖനം അറിയാവോ? പുള്ളി നോക്കിയപ്പോ യോഹന്നാന്റെ 4:18 അടിച്ചു കൊടുത്തു. 5 ഭർത്താക്കന്മാർ നിനക്കൊണ്ട്. അപ്പൊ വചനം വായിക്കുന്ന ഒരു താലന്താ. ആ താലന്ത് നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾ കൈകാര്യം ചെയ്താൽ അങ്ങോട്ട് പ്രീമിയം. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ, സമയം കൊടുക്കാൻ, പണം കൊടുക്കാൻ, ഈ കസേര പിടിച്ചിടാൻ, ഈ മീറ്റിംഗ് ക്രമീകരിക്കാൻ, പ്രൈസ് ദി ലോർഡ്, ഇതിനെല്ലാം താലന്താ. അതാണ് പ്രീമിയം അടയ്ക്കുന്നത്. പ്രീമിയം അടയ്ക്കാത്തവൻ അങ്ങോട്ട് പോകത്തില്ല. 4-ാമത്തെ കാര്യമല്ല, 5-ാമത്തെ കാര്യം പ്രൈസ് ദി ലോർഡ്, ആത്മാവിൽ നിറഞ്ഞിരിക്കണം പോകാൻ, അല്ലെങ്കിൽ പോക്കുണ്ടാകത്തില്ല. എഫേസ്യർ 4:30 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങളുടെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്ന. നാളെ ഞാൻ പറയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒറ്റ പുള്ളി മേലോട്ട് പോകുകയില്ല. You are sealed for the day of redemption. 7 കാര്യങ്ങൾക്ക് പരിശുദ്ധാത്മാവ്. അതിൽ 7-ാമത്തെ കാര്യമാണ് കർത്താവിന്റെ കാഹളനാദത്തിൽ നമ്മുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തി, നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ്. നമ്മിൽ കർത്താവ് നിക്ഷിപ്തമാക്കിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് 7 കാര്യങ്ങൾക്കാണ്. അതിൽ 7-ാമത്തെ കാര്യമാണ് പരിശുദ്ധാത്മാവാണ് നമ്മുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുന്നത്. അതാണ് 5-ാമത്തെ നമുക്ക് വേണ്ടിയ ഗുണം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അതുകൊണ്ട് ദൈവദാസന്മാർ പറഞ്ഞ അഭിഷേകം പ്രാപിക്കണം, ശക്തിപ്പെടണം, ബലപ്പെടണം എന്ന് പറയുന്ന അറിയാവും. അവരുടെ വ്യക്തത ഇതിങ്ങനെ ഇരുന്നാലും എല്ലാം മേലോട്ട് അവിടെ കിടക്കും. അതിനാ 11-12 മുട്ട വെച്ച് കോഴിക്ക് അട വെച്ചിരുന്ന് ചീമുട്ട അവിടെ ഇരിക്കും, അല്ലാത്തത് കുഞ്ഞാവും. ചീമുട്ട അതേ ഷേപ്പ്, ഒരു വ്യത്യാസമില്ല, അവിടെ ഇരിക്കും. അതുപോലെ ഒരു വിശ്വാസി ചീമുട്ടയാകാതിരിക്കാനേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ കുറിച്ച് പറയുന്നത്. നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണം. 6 അതിന്റെ തെളിവാണ് ഫിലിപ്പിയർ 3:3 ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആരാധിക്കും ദൈവമക്കളെ, നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്താ, അനുഗ്രഹം എന്താ? നമ്മൾ ആരാധന കണ്ടച്ചു വരികയല്ല. ഒരു കാലത്ത് നമ്മളൊക്കെ ചെയ്തു കാണും, ഇന്ന് നമ്മൾ ആരാധിക്കുന്നവരാ. ചെന്നിരിക്കുമ്പോൾ മുതൽ വരുന്ന ഓരോ സ്തുതിയും ഓരോ സ്തോത്രവും 10 കമ്പിയുള്ള നാദം കൊണ്ട് അടിക്കുമ്പോൾ ആരാധിക്കുക. എന്താ? കർത്താവിന്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടും. സ്വർഗത്തിൽ പ്രാർത്ഥനയില്ല, അതറിയാമോ? അവിടെ ചെന്നാലേ
പ്രാർത്ഥനയില്ല, ഞങ്ങളുടെ അച്ചായനെ രക്ഷിക്കണം ഇതൊന്നും പറയേണ്ട കാര്യമില്ല. നോ റിക്വസ്റ്റ്, നോ അപ്ലിക്കേഷൻ, നത്തിങ്. സ്വർഗത്തിൽ ചെന്നാൽ എന്താ? ആരാധന മാത്രം. ഇവിടെ ആരാധിച്ചില്ല എങ്ങനെ അവിടെ ആരാധിക്കും? ഇവിടെ ആരാധിച്ചില്ല എങ്ങനെ അവിടെ ആരാധിക്കും? നിങ്ങളൊക്കെ എക്സാം കഴിഞ്ഞ് ക്വാളിഫൈഡ് നേഴ്സായിട്ട് ഇങ്ങോട്ട് ഇറക്കി കഴിഞ്ഞ് എന്തിനു 6 മാസം ഇന്റൻസീവ് എല്ലാം ഒന്ന് പഠിപ്പിച്ചു വിടാനാ വാർഡിലോട്ട്. അല്ലാതെ അവിടെ ചിലപ്പോൾ തലകറങ്ങി താഴെ വീഴാനല്ല. ഏത് ഇന്റൻസീവ് ചെയ്യുന്നതിന് കാരണം അതാണ്. ഇതുപോലെ ഇവിടുത്തെ ഇന്റൻസീവ് അവിടെ ചെന്ന് ആരാധിക്കണം, ഇവിടെ ആരാധിക്കണം. ഇവിടെ ആരാധിക്കുന്നതിനെ കണ്ടാൽ അറിയാതെ മേലോട്ട് പോകും. ആരാധന അടുത്ത നോമാണ് ആരാധന. 7ാമത്തെ കാര്യം മസ്റ്റാ. എബ്രായർ 12:14. 7 എബ്രായർ 12:14 വായിച്ചേ. 12:14. ശുദ്ധീകരണം കൂടാതെ ആരും എല്ലാവരോടും സമാധാനമാചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കും. അടുത്തത് ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ജീവിതത്തിൽ കംപ്ലീറ്റ് വിശുദ്ധിയായിരിക്കണം, പാർട്ടല്ല, ഫുൾ. പണക്കാരനെ പാവപ്പെട്ട അങ്ങനെ ഒന്നുമില്ല. വിശുദ്ധിയില്ലാത്ത ഒരെണ്ണം മേലോട്ട് പോകത്തില്ല. നമ്മൾ വിശുദ്ധിയുടെ ഉപദേശം പറയുന്നതിനാ ഇങ്ങനെയാകാം അങ്ങനെയാകാം, ഓപ്ഷനിലല്ല ഈ പരിപാടി. പരിപൂർണ വിശുദ്ധി ആയിരിക്കണം. ജീവിത വിശുദ്ധി, സ്വഭാവ വിശുദ്ധി, സംസാര വിശുദ്ധി, ആരാധന വിശുദ്ധി, വിശ്വാസ വിശുദ്ധി, സ്നേഹവിശുദ്ധി, ഇതെല്ലാം വേണം. കംപ്ലീറ്റ് മേലോട്ട് പോകുന്ന പരിപാടി ചെറിയ പരിപാടിയല്ല. അവിടെ 100 വർഷത്തേക്കല്ല, യുഗായുഗമല്ല, അന്തമില്ലാത്ത കാലമാ. ഞാൻ ഇന്നലെ പറഞ്ഞ പുതിയ യെരൂശലേം ആരംഭിക്കുന്നത് ബിഗിനിങ് ഓഫ് ഇറ്റർണിറ്റിയാ. 10ാമത്തെ സംഭവം നിത്യതയുടെ ആരംഭമാ. അതിങ്ങനെ പിന്നെ അങ്ങ് കിടക്കുക. അതിന് ടൈമില്ല, അവിടെ കാലമില്ല, സമയമില്ല. അങ്ങനെ പോകണമെങ്കിൽ ഇവിടെ ശകലം പൊളിച്ചു കാണിച്ചെന്ന് പോക്കാൻ ഉറക്കത്തില്ല. പരിപൂർണ വിശുദ്ധി, പരിപൂർണമായിരിക്കണം. ഇന്ന് അതിനെല്ലാം ഒത്തിരി ഓൾട്ടർനേഷൻ പറയുന്ന ആളുകൾ കാണും. പക്ഷെ ദൈവമക്കൾക്കറിയാം, നമ്മളാരും അത് പറയത്തില്ല. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം. ഒരു പോയിന്റിലും അതിനകത്ത് ഒരു കൺസിഡറേഷനും ഇല്ല. കംപ്ലീറ്റ് ഹോളി ലൈഫ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം എവിടെയായാലും. 8ാമത്തെ കാര്യം എബ്രായർ 9:28. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരെ പോകത്തുള്ളൂ. അതുപോലെ ദൈവമക്കളെ, നമ്മൾ ഈ സബ്ജക്ട് എടുക്കുന്ന ഒരു ഉദ്ദേശം അതാ. നമ്മുടെ പ്രത്യാശയെ മരവിപ്പിക്കാൻ സാത്താൻ ശ്രമിക്കും. എനിക്ക് സ്വർഗം തന്ന വലിയൊരു നിയോഗം, ആ ഒറ്റ കാര്യത്തിലാണ് ഞാൻ ഈ പ്രായത്തിൽ ഓടി നടക്കുന്നതും എന്റെ നല്ല സെക്കുലർ ജോലി രാജിവെച്ചത്. ഇന്ന് വളരെയധികം മെറ്റീരിയലായിട്ട് ലോകം അനുഗ്രഹിക്കപ്പെട്ടു. ഇന്ന് ഹൈടെക് യുഗമാണ്. ഞാൻ അന്ന് പറഞ്ഞതുപോലെ കമ്പ്യൂട്ടർ യുഗമാണ്. എല്ലാം ഹൈടെക് യോഗമാണ്. ഫ്രീസിംഗ് ചേമ്പറിനകത്ത് 700 ഡെഡ് ബോഡി ഇരിപ്പുണ്ട് ചില രാജ്യങ്ങളിൽ. ഡെയിലി പണം കൊടുത്ത് വെച്ചിരിക്കുക, ചത്തതാ. എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾ ഒരിക്കൽ ജീവിപ്പിക്കാം എന്ന് സയൻസ് പറയുന്നതിനെ അന്ന് അപ്പനെ അമ്മയും ജീവിപ്പിക്കാൻ വെച്ചോണ്ടിരിക്കുക, ഡൈലി കൊടുക്കുന്നു. അങ്ങനത്തെ ഒരു കാലമാണ്. ഗോളങ്ങളിലേക്ക് പോകുന്ന മനുഷ്യൻ, എല്ലാ ജീവിത സമ്മാനവും. ഇതിനകത്തെ കർത്താവ് വരുമോ എന്നൊരു ചിന്ത പലർക്കും വരും. അത് വരാതിരിക്കാൻ കാത്തിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട് 1 മണിക്കൂർ താമസിച്ചാലോ, 3 മണിക്ക് കൊച്ചിനെ പിക്ക് ചെയ്യാൻ പോകണം. 2:30 ആവുമ്പോൾ നമ്മൾ ഉറങ്ങും. 3 മണിക്ക് പോകേണ്ട ആൾ 2:45 അലാറം വെച്ചല്ലേ കിടക്കുന്നത്. എന്താ കാത്തിരിക്കുക കുഞ്ഞിന് ഇറങ്ങി വരാൻ? വേണ്ട. ജോലിക്ക് പോയ ആൾ 15 മിനിറ്റ് ലേറ്റ് ആയാലോ? ടെൻഷൻ ഇല്ലേ? ഇവിടെ വലിയ കുഴപ്പമില്ല. ചില രാജ്യങ്ങളിൽ ചെല്ലണം, 5 മിനിറ്റ് ലേറ്റ് ആയാൽ അവിടെ ടെൻഷൻ ഒന്ന് കാണണം. കാത്തിരിക്കുക. 5 മിനിറ്റ് ലേറ്റ് ആയാൽ ടെൻഷനാ. കാത്തിരിക്കുക, വരുമോ? എങ്കിൽ നമ്മുടെ പ്രിയന് വേണ്ടി ടെൻഷനൊന്നും വേണ്ട, പ്രത്യാശയോടെ കാത്തിരുന്നു. രക്ഷയ്ക്കായി കാത്തിരിക്കുന്ന, രക്ഷയ്ക്കായി തനിക്കായി കാത്തിരിക്കുന്ന രക്ഷയ്ക്കായി അവൻ വരും. അപ്പോൾ ഒരു കാര്യം ഞാൻ ഒരിക്കൽ കൂടി പറയാം. ജോലി ചെയ്യരുതെന്നല്ല, വിവാഹം കഴിക്കരുതെന്നല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. വീട് നിർമ്മിക്കരുതെന്നോ വാഹനം മേടിക്കരുതെന്നോ സമ്പാദിക്കരുതെന്നല്ല. ഇതെല്ലാം ചെയ്യാം. പക്ഷെങ്കിൽ വാതുക്കൽ മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം ഏത് സമയത്ത് കർത്താവ് വന്നാലും പോകാൻ ഒരുങ്ങിയിരിക്കണം. കാത്തിരിക്കുന്നവരെ കർത്താവ് ചേർക്കത്തുള്ളൂ. കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി വരുന്നു. 9 അപ്പോസ്തലപ്രവൃത്തി 1:8 ആക്ട്സ് 1:8 നമ്മുടെ ഒരു ദൗത്യമാണ്. പ്രതിഫലം കിട്ടാനാ. നാളെ നമ്മൾ ചിന്തിക്കും
പ്രതിഫലമാർക്കൊക്കെ എന്തെല്ലാം കിട്ടുമെന്ന് വിവാഹം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷി. കർത്താവിനെ സാക്ഷിക്കുക. പ്രസംഗം തന്നെയല്ല, ജീവിതം കൊണ്ട് സാക്ഷിക്കാം, സംസാരിക്കുമ്പോൾ സാക്ഷിക്കാം. ലോകത്തിലെ ആളുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ ബുദ്ധിപരമായി നമുക്ക് കർത്താവിനെ സാക്ഷിക്കാം. സമാധാനം ഇല്ലാത്ത ഒരാളോട് പറയുമ്പോൾ ഞങ്ങൾക്ക് സമാധാനമുണ്ട് കുഞ്ഞെ, നിങ്ങളെക്കാൾ പ്രശ്നം ഞങ്ങൾക്കുണ്ടെങ്കിലും ഞങ്ങൾക്ക് സമാധാനമുണ്ട്. അവൻ ചോദിക്കുമ്പോൾ ഞങ്ങളെ കരുതുന്ന ഒരുത്തനുണ്ട്. കയറി സൂചന പറയാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഇങ്ങോട്ട് പറയുന്ന ഒരു ചാൻസാ. സാക്ഷിക്കണം. നമ്മുടെ പ്രിയനെ സാക്ഷിക്കണം, ഏതെങ്കിലും വിധത്തിൽ സാക്ഷിക്കണം. ജീവിതം കൊണ്ട് സാക്ഷിക്കണം. ഒരു ബെസ്റ്റ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ചോദിക്കും, വൈ യു ആർ ഡൂയിങ് നോട്ട് ഡൂയിങ് ദാറ്റ്, വൈ യു ആർ നോട്ട് ഡൂയിങ് ദിസ്. അന്നേരം പറയണം, ഇല്ല, ഞാനുണ്ടല്ലോ ക്രിസ്തുവേശുവിൽ പിടിക്കപ്പെട്ടു. ഐ ആം നോട്ട് ഓഫ് ദിസ് വേൾഡ്, ദോ ഐ ആം ലിവിംഗ് ഇൻ ദ വേൾഡ്, ബട്ട് ഐ ആം നോട്ട് ലിവിംഗ് ഹിയർ, ഐ ലിവ് ത്രൂ ദ വേൾഡ്. ഞാൻ ഈ ലോകത്തിൽ കൂടി ജീവിക്കുന്നു, എനിക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. ആഫ്റ്റർ മൈ ഡെത്ത് ഓർ മൈ ലോർഡ് കംസ് ഐ വിൽ ഗോ അപ്പ്. സാക്ഷ്യമാണ്. അല്ലാതെ നീ രക്ഷിക്കപ്പെടുന്ന സ്നാനം ഇതൊന്നും അത് തന്നെയല്ല സാക്ഷ്യം. ഏതെങ്കിലും വിധത്തിൽ പ്രിയനെ സാക്ഷിച്ചിരിക്കണം. നമ്മുടെ എല്ലാം ദൗത്യമാണ്. 10 എഫേസ്യർ 1 തെസ്സലോനിയർ 4:15 16 10ാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർന്നു. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാനുള്ള ഈ 10 യോഗ്യതകളാണ് വേണ്ടിയത്. ഇതിൽ 9 പണി നടക്കത്തില്ല. കർത്താവ് വലിയനാഥത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ആ 10ാമത്തെ കാര്യം, ക്രിസ്തുവിൽ മരിച്ചവർ. പ്രിയമുള്ളവരെ, നിദ്ര കൊണ്ടവർക്ക് മുൻപാകത്തില്ല. ഈ 10 യോഗ്യതകൾ 5 മിനിറ്റോടുണ്ട്. 10 അല്ലെങ്കിൽ നമുക്ക് നാളെ കവറാകാനൊക്കത്തില്ല. 10 കാര്യങ്ങളൂടെ പറയാൻ പോവുക. ഈ ലോകം സാത്താൻ ഒരുങ്ങുന്ന 10 കാര്യം. നിങ്ങളുടെ എന്റെ ടൈം വളരെ പ്രഷ്യസ്, അതുകൊണ്ട് മാക്സിമം നമ്മുടെ സമയത്തിന് ഉപയോഗിക്കുക. ഒന്ന് നോക്കിക്കോണം, ഈ ലോകത്തിന്റെ 10 സിസ്റ്റം നിങ്ങൾ നോക്കിക്കോണം. കർത്താവിന്റെ വരവിന് ശേഷം എതിർ ക്രിസ്തു ഭരിക്കുന്നതിനാ. 1 പൊളിറ്റിക്കൽ ഇറിറ്റേഷൻ. പൊളിറ്റിക്കൽ ഇറിറ്റേഷൻ. ഒരു രാജ്യത്തും രാഷ്ട്രീയമായ സ്വസ്ഥതയില്ല. 2 ന്യൂ വേൾഡ് ഓർഡർ. അറിയാമല്ലോ, ലോകത്തിലെ പ്രമുഖരായ ബുദ്ധികാരികളും ബാങ്കുകാരും എല്ലാം കൂടെ ചേർന്ന് പറയുന്നു, ഒരു ന്യൂ വേൾഡ് ഓർഡർ ഉണ്ടാക്കാം. 1 വേൾഡ് കറൻസിക്ക് ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ യൂറോ അല്ല, 1 വേൾഡ് കറൻസിക്ക് ഫ്ലോട്ടിങ് നടന്നു കഴിഞ്ഞു. പല രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഒരു കറൻസി ആകാം. പൊളിറ്റിക്കൽ 1 വേൾഡ് സിസ്റ്റം വരാൻ പോവുക. അതാ മറ്റേ പുള്ളിക്കാരൻ എതിർ ക്രിസ്തു വരുമ്പോൾ ഒരു ലോകം വരുന്നത്. 1 പൊളിറ്റിക്കൽ ഇറിറ്റേഷൻ. 2 ന്യൂ വേൾഡ് സിസ്റ്റം. 3 നോക്കിക്കേ, നമ്പറിംഗ് സിസ്റ്റം. ഇന്നലെ നമ്മൾ ചിന്തിച്ചതാ കൺവെൻഷന്. നമ്പറിംഗ് സിസ്റ്റം വന്നില്ലേ? നമ്പറിംഗ് സിസ്റ്റം വന്നു കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുക. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. ലോലെസ്നെസ്. ഇതുപോലെ അധർമ്മം പെരുകുന്ന ഒരു ലോകം. എന്നേക്കാൾ നിങ്ങൾക്കറിയാം, അധർമ്മം പെരുകി. ഈ അമ്മ മകനെ വിവാഹം ചെയ്യുന്ന വാർത്ത കേട്ടുന്നില്ലേ? നിങ്ങളുടെ ചെവിയിൽ കേൾക്കുന്നില്ലേ? മകൻ അമ്മയെ വിവാഹം ചെയ്യുന്നത് കേൾക്കുന്നില്ലേ? ഇനിയും ഈ ലോകം നിൽക്കുമോ? ചെവിയുള്ളവൻ കേൾക്കട്ടെ. തകർന്നു. മറ്റൊരു സിസ്റ്റത്തിന് വേണ്ടി ലോകം കൂമ്പുകുത്തുക. 5 നാച്ചുറൽ കലാമിറ്റീസ്. ഇതുവരെ ഉണ്ടാകാത്ത പ്രകൃതിക്ഷോഭം ഒരുപോലെ. വൾക്കാനോ എക്സ്പ്ലോഷൻ, എർത്തുകേക്ക്, കടൽ അടിച്ചു കയറുന്നു. നാഷണൽ കലാമിറ്റീസ്. എന്താ സിസ്റ്റം? എവിടെയോ മുറിഞ്ഞു പോയിട്ടില്ലേ? എന്തെങ്കിലും ഒരു തകരാറില്ലാതെ വരുമോ ഈ നാഷണൽ കലാമിറ്റീസ്? എല്ലായിടത്തും വന്നില്ലേ? 6 ഫാമിൻ. മാരകമായ രോഗങ്ങൾ. ചിന്തിക്കാം. എന്താ കാര്യം? വചനത്തിലുണ്ട്. ശാസ്ത്രം പറയട്ടെ മറുപടി.
ഇപ്പൊ ബൈബിളിൽ ഞാൻ കാണിക്കാം H1 N1 ഒക്കെ എങ്ങനെയാ ചാടി വന്നു. ശാസ്ത്രജ്ഞന്മാരോട് ആധികാരികമായിട്ട് പറയാൻ തിരുവനന്തപുരത്തുണ്ട്. മാരകമായ രോഗങ്ങൾ സംഭവിച്ചു കഴിഞ്ഞില്ലേ? നോക്കിക്കേ, നാച്ചുറൽ കലാമിറ്റീസ്, മാരകമായ രോഗങ്ങൾ. 7 കോസ്മിക് ആക്ഷൻ തുടങ്ങിക്കഴിഞ്ഞു. വചന നിർത്തിയ ആകാശത്തിന്റെ ശക്തി പോയി. സമയമുണ്ടാവും, നാളെ ചിന്തിക്കാം. 8 യഹൂദന്മാർ ഒരുങ്ങുന്നു. ജ്യൂസ് ശ്രദ്ധിച്ചോളൂ. കഴിഞ്ഞ തലേ വർഷം ഡിസംബർ 9 ഒരു ഇമെയിൽ വന്നു ലോകം മുഴുവൻ. yahoo.com വഴി എഗസ്കേൽ 36:24 നിവർത്തിയ ഗവൺമെന്റ് ഓഫ് ഇസ്രായേൽ അയച്ച ലോകമെമ്പാടുള്ള യഹൂദന്മാരെ ഷാലോ, നിങ്ങൾ ലോകത്തിൽ എവിടെ ജീവിച്ചാലും മാതൃരാജ്യത്തിലേക്ക് വേഗം വരണം. ഞങ്ങളൊരു പ്രോജക്ട് ഇട്ടിരിക്കുന്നു, കമ്മിങ് ബാക്ക് ഹോം. നിങ്ങൾ എവിടെ നിന്ന് വന്നാലും നിങ്ങൾക്ക് പണമില്ലെങ്കിലും വീട് വെക്കുവാൻ, വാഹനം മേടിക്കുവാൻ, കൃഷി ചെയ്യുവാൻ ഞങ്ങൾ പലിശയില്ലാത്ത പണം ഗവൺമെന്റ് തരും. നിങ്ങൾ വന്നാൽ മതി. ആ ഇന്ത്യയിലെ നാഗാലാൻഡിൽ നിന്ന് എഗസ്കേൽ 36:24 നിവർത്തിക്കുക. എഗസ്കേൽ 36:24 ഒന്ന് വായിച്ചേ. എഗസ്കേൽ 36:24. ഞാൻ നിങ്ങളെ ജാതിയുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. കണ്ടോ, ഞാൻ നിങ്ങളെ ഇത് 1940 കാര്യമല്ല, അതിനടിയിലത്തെ വാക്യത്തിലുണ്ട്. ഞാൻ നിങ്ങൾ അടുത്ത വായിച്ചു, നിങ്ങൾ നിർമ്മലരായിരിക്കും. ഇന്നവർ നിർമ്മലരല്ല, അടിവെക്കുന്നവരാ. 8ാമത്തെ കാര്യം, യഹൂദൻ എന്തോ ഒന്നിച്ചേരാൻ വന്നു. മഹോപദ്രവത്തിൽ യഹൂദൻ പലസ്തീനിൽ വന്നിട്ട് അവിടെ ഇട്ട് വേണം അവനെ അടിച്ച് നിരപ്പാക്കാൻ. എങ്ങനെ തകർക്കാനല്ല, അവരെ മാനസാന്തരപ്പെടുത്താൻ. അതിനാ യഹൂദന്മാർ സ്വന്തം നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. അത് സാത്താൻ ഭരണത്തിന്റെ ലക്ഷണം, കർത്താവിന്റെ ഭരണ ലോകമാണ്. 9ാമത്തെ കാര്യം, കുടുംബ ബന്ധങ്ങൾ തകർന്നു. ബ്രോക്കൺ ഫാമിലി സിസ്റ്റം, കുടുംബബന്ധങ്ങൾ തകർന്നു. എന്നെക്കാൾ നിങ്ങൾക്കറിയാം, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. 10 വേറൊരു മണവാട്ടി ഒരുങ്ങുന്നു. ഫോൾസ് ബ്രൈഡ് ആരാന്നറിയാമോ? വെളിപ്പാട് 17 കാണാം. 10 തലയുള്ള സ്ത്രീയുടെ മേൽ, മൃഗത്തിന്റെ മേൽ ഒരു സ്ത്രീ സവാരി ചെയ്യുക. 6ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ അവളെ കണ്ട് പേടിച്ചെന്നല്ല, ഐ മാർവൽഡ്. യോഹന്നാൻ പറയട, ഇവന്റെ തലയിലാണ് കയറിയിരിക്കുന്നത്. 10 തലയുള്ള എതിർ ക്രിസ്തു 7 കൊമ്പും 10 തലയുള്ളവന്റെ മേൽ ഒരു സ്ത്രീ കയറിയിരിക്കുക. ചുമന്ന ഉടുപ്പൊക്കെ ധരിച്ച് മത്തയായിട്ടിരിക്കും. അവിടെ ഇരിക്കുക, ഇങ്ങനെ വിശുദ്ധന്മാരുടെ രക്തവും കുടിച്ച് മത്തയായിട്ടിരിക്കുക. യോഹന്നാൻ പറയും, അവളൊക്കെ നീ പേടിച്ചതല്ല, ഐ മാർവൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഒത്തിരി മദ്യശാലകളില്ലേ, നിങ്ങളെങ്ങനെ പറഞ്ഞ പമ്പോ? ഞാൻ പറഞ്ഞ പമ്പ് എന്ന് പറയുമ്പോൾ നാടൻ ഭാഷയിൽ പെട്രോൾ പമ്പ് PUB അല്ലേ, പബ്. നിങ്ങൾ റോഡ് നടന്നു പോകും, പബ്ബിലോട്ട് ഒത്തിരി പേര് കയറുന്നു. നിങ്ങൾക്ക് ഒരു പ്രത്യേകതയില്ല, അവർ പബ്ബിൽ. ഞാനും സാമ്പാഷ കൂടെ നമ്മൾ കയറിയാലോ, നിങ്ങളുടെ ഷേപ്പ് എന്നതായിരിക്കും. കുടിക്കാൻ പോലും പോയതില്ലെന്നേ, വേറെ ആരാന്നെ കാണാൻ കയറുന്ന സങ്കല്പിച്ചു. തീർന്നില്ല. അയ്യോ, സാമ്പാട്ടും തോമസ് ബാബും തട്ടുപൊളി പ്രസംഗം നടത്തി ആരാധിച്ചവര് കയറിയിരിക്കുന്നു പബ്ബിനകത്ത്. അതാ അതിശയം. യോഹന്നാൻ ഈ മൃഗത്തിന്റെ പുറത്ത് സ്ത്രീ ഇരിക്കുന്നതുകൊണ്ടപ്പോ അതിശയിച്ചേട്ടാ, ഇവക്ക് ഈ ഗതിയോ? ആരാന്നറിയാമോ? കൈവിടപ്പെട്ടു പോകുന്ന ക്രൈസ്തവ സഭ, ദ റിജക്റ്റഡ് ക്രിസ്ത്യൻ ചർച്ച്. അവള് റെഡി. പുരുഷന്മാര് തമ്മിൽ, സ്ത്രീകളും തമ്മിൽ ദേവാലയങ്ങളിൽ വിവാഹമില്ലേ? ആ സ്വഭാവമുള്ളവർ സഭയുടെ അധ്യക്ഷന്മാരല്ലേ? ഏതെല്ലാം ഹീനകൃത്യങ്ങൾ ചെയ്യുന്ന ലോകം മുഴുവൻ. ഒരു വിഭാഗം ക്രൈസ്തവ സഭ ഒരു ഭക്തിയുമില്ലാതെ ക്രിസ്തുവിന്റെ പേരിൽ, പണ്ട് പാട്ടുകാരൻ പാടിയ പോലെ, നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേല. എന്താ കാര്യം എന്നറിയാമോ? ഒരു ഫോൾസ് ബ്രൈഡ്, ഒരു വ്യാജ മണവാട്ടി ഒരുങ്ങുക. അവനും വേണം, അവന് വേണം, ഒരു മണവാട്ടി വേണം. അവന് വേറെ ഒന്നിനും വേണ്ട, ക്രിസ്തുവിന്റെ പേരുള്ളത് വേണം. അതാ പൗലോസ് ശ്ലീഹ പറയുന്നത്, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷന്റെ നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ദർശനത്തിൽ അദ്ദേഹം പറയുന്നത്, പക്ഷേ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടാൽ
വഷളാകും. ബ്രൈഡ് ഒരുങ്ങിക്കഴിഞ്ഞു. ലോകത്തിലെ ഏത് ഹീനകൃത്യത്തിനകത്ത് നോക്കിക്കൂ. ഇങ്ങനെ ക്രൈസ്തവ സഭ എങ്ങനെ തകർന്നു? ബൈബിൾ കയ്യിലില്ലേ? തിരുവചനം കയ്യിലിരിപ്പില്ലേ? പണം കയ്യിലില്ലേ? എന്നിട്ട് അവർ തകർന്നു. അതിന്റെ അർത്ഥം 10ാമത്തെ സംഭവമാണ് എതിർ ക്രിസ്തുവിനോട് മണവാട്ടി വരുന്നു. ദൈവമക്കളെ, ഇന്ന് രാത്രി നമുക്കിവിടെ നിർത്താം. നാളെ റാപ്ചർ എന്താണെന്നും പ്രതിഫലം എന്താണെന്നും തുടർന്ന് ഈ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചും സ്ലോലായിട്ട് ചിന്തിക്കാം. ഇന്ന് രാത്രി ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ